ആമുഖം പറയാം. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് പങ്കജാക്ഷൻ. ഞാൻ ശാന്തിഗ്രാം എന്ന സന്നദ്ധ സംഘടനയിൽ കഴിഞ്ഞ 36 വർഷമായി ഒരു പ്രവർത്തകനായിട്ട് പ്രവർത്തിക്കുന്നു. ശാന്തിഗ്രാം ഈ നാട്ടിലെ ചപ്പാത്ത്, വിഴിഞ്ഞത്തിന് സമീപം ചപ്പാത്ത് എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട്. കോട്ടുകാൽ പഞ്ചായത്താണ്. അവിടെയാണ് ഞങ്ങളുടെ ആസ്ഥാനം. 4-5 മേഖലകളിൽ, പ്രത്യേകിച്ച് ഞങ്ങൾ മരുന്നില്ലാത്ത ചികിത്സാ സമ്പ്രദായങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നു. പരിസ്ഥിതി സംരക്ഷണം, ജൈവകൃഷി, പിന്നെ കഴിഞ്ഞ കേരളത്തിൽ ഏകദേശം ഒരു 6 വർഷക്കാലം ചക്ക കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലമായി പ്രഖ്യാപിക്കുന്നതുവരെയുള്ള പ്രവർത്തനങ്ങൾ, പിന്നെ സ്ത്രീകളുടെയും അതുപോലെ തന്നെ കുട്ടികളുടെയും ശാക്തീകരണം, ജൈവകൃഷിയിൽ പ്രത്യേകിച്ച് നാടൻ പശു അധിഷ്ഠിത ജൈവകൃഷി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ഒരു 1.5 വർഷമായി മില്ലറ്റുകൾ, കേരളത്തിൽ മില്ലറ്റുകൾ ഒരു നേരമെങ്കിലും ഭക്ഷണമാക്കണമെന്ന് പറയുന്ന ഒരു സന്ദേശവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. ഏകദേശം ഒരു 25 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സജു സാറിൻ്റെ പ്രസ്ഥാനമായ ഐടെക് എന്ന് പറയുന്ന, അന്നത് ഇൻഫർമേഷൻ ടെക്നോളജി എഡ്യൂക്കേഷൻ കൗൺസിൽ എന്നുള്ള പേരിൽ ഈ കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം സാധാരണക്കാരായ ആളുകൾക്ക്, പ്രത്യേകിച്ച് സമ്പന്നന്മാർക്കും വലിയ ഫീസ് കൊടുത്ത് പഠിക്കുന്ന ആളുകൾ മാത്രം അവർക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു സംവിധാനമായി നിന്നപ്പോൾ സാധാരണക്കാരനും കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി ഐടെക്കിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ആകമാനം ഒരു മാസം 100 രൂപ മാത്രം ഫീസാക്കി വാങ്ങിക്കൊണ്ട് 6 മാസത്തെ കോഴ്സുകൾക്കൊക്കെ ഒരു 600 രൂപ, ഇതിൽ പരീക്ഷയും എല്ലാം കൂടെ വരുമ്പോൾ ഒരു 750 രൂപയ്ക്ക് അകത്ത് നിന്നുകൊണ്ട് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ DCA പോലുള്ള കോഴ്സുകളൊക്കെ നടത്തി ശാന്തിഗ്രാമിൻ്റെ കെയർ ഓഫിൽ തന്നെ ഞങ്ങളുടെ പ്രദേശത്ത് തന്നെ ഏകദേശം ഒരു 1400-ൽ പരം ആളുകളെ ഞങ്ങൾ ആ പ്രവർത്തനങ്ങളിലൂടെ കൊണ്ടുപോയിരുന്നു. പിന്നെ അതിനുശേഷം കമ്പ്യൂട്ടർ വ്യാപകമായി കോഴ്സുകളും മറ്റ് സംഗതികളും വന്നപ്പോൾ, കാരണം അതിനകത്തൊരു എക്കണോമിക്ക് ഉണ്ട്, അത്രയേ ഉള്ളൂ. 100 കുട്ടികളെങ്കിലും ഒരു ബാച്ചിൽ പഠിക്കാനുണ്ടായിരുന്നു കഴിഞ്ഞാൽ 10,000 രൂപ ഒരു മാസം കിട്ടും. 5,000 രൂപ ടീച്ചർക്ക് കൊടുത്തു കഴിഞ്ഞാൽ 5,000 രൂപ കമ്പ്യൂട്ടറിൻ്റെയും കറണ്ടിൻ്റെയൊക്കെ ചിലവ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാമെന്ന് പറയുന്ന ഒരു സിമ്പിൾ എക്കണോമിക്സ് ആയിരുന്നു അതിൻ്റെ പിന്നിലുള്ളത്. അതിനുശേഷം പിന്നെ ധാരാളം പ്രവർത്തനങ്ങൾ നടന്നു. ഇടയ്ക്ക് ഞങ്ങൾ കമ്പ്യൂട്ടർ വിദ്യാഭ്യാസമൊക്കെ അവസാനിപ്പിച്ചു. അതിനുശേഷം സിഡാക്ക് എന്ന് പറയുന്ന ഹൈദരാബാദുള്ള ഒരു ഏജൻസിയുമായി ബന്ധപ്പെട്ട് ഈ ട്രാൻസ്ലേറ്ററും മറ്റ് സംവിധാനങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്തി യൂണിക്കോഡ് എന്നൊക്കെ പറയുന്ന ഫോണ്ടൊക്കെ ഡെവലപ്പ് ചെയ്യുകയും പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നതിന് വേണ്ടി ലോക്കൽ ലാംഗ്വേജിൽ. അതിനുശേഷം നമ്മൾ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കോഴ്സ്, അതും ഇതുപോലെ തന്നെ നമ്മൾ ഈ കൂടിയിരിക്കുന്ന പലരും 5,000, 10,000, 7,500, 6,500 ഒക്കെ ഓഫർ പറയുന്ന കോഴ്സുകളിൽ പോയി പഠിച്ചു, അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവിടെ കാണാൻ കഴിഞ്ഞ ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനും സജു സാറും ഞങ്ങളെ ഈ ടീമിൽ പെടുന്ന എല്ലാവരും ഇത്തരം കോഴ്സുകളിലൊക്കെ പഠിച്ച ആളുകളാണ്. പക്ഷെ പ്രായോഗികമായി നമുക്ക് ഒരു ദിവസം ഒരു പ്രായോഗിക ക്ലാസ് വേണം എന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിനുള്ള സംവിധാനം ഉണ്ടാകത്തില്ല. പല പരിമിതികളും ഉണ്ട്. പിന്നെ വീണ്ടും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെന്ന് തോന്നുമ്പോൾ വീണ്ടും അത് 4,000, 5,000 രൂപ കൊടുത്തുകൊണ്ടുള്ള അടുത്ത കോഴ്സിൽ ചേരാൻ വേണ്ടിയൊക്കെ പറയുന്ന ഒരു സംവിധാനമാണ് ഉള്ളത്. അപ്പോൾ ഒരു കോഴ്സിൽ നിന്ന് ഒരു കോഴ്സിലേക്ക് അങ്ങനെ ഒരു വർഷമൊക്കെ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ ഒരു 25,000, 50,000 രൂപയൊക്കെ മിനിമം ആവുന്ന തരത്തിലാണ് ഓൺലൈൻ കോഴ്സുകൾ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ വീണ്ടും നമ്മളെപ്പോലുള്ളൊരു സന്നദ്ധ സംഘടന, ഇപ്പോൾ ഇനി വരാൻ പോകുന്നൊരു യുഗം, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ആയിരിക്കുന്നത്, ഈ അറിവും കഴിവും അല്ലെങ്കിൽ പ്രത്യേക വൈഭവങ്ങളൊന്നും ഇല്ലാത്ത ആളുകൾക്കും സ്വതന്ത്രമായി പിന്നെ ഒരു വിദഗ്ധനായ സുഹൃത്തിൻ്റെ സേവനം ആവശ്യമുണ്ടെങ്കിൽ ഒരു അതിബുദ്ധിമാനും മിടുക്കനും അതീവ കഴിവുകളൊക്കെ ഉള്ള ഒരു വലിയ സുഹൃത്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ളത് ഞങ്ങൾക്ക് ബോധ്യപ്പെടുകയും, അപ്പോൾ അത് സാധാരണക്കാരൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും
ഓരോ സെക്ഷനിലും നിൽക്കുന്ന ആരായിരുന്നാലും ശരി, സാധാരണക്കാരൻ മുതൽ മുകളിലോട്ടുള്ള ആരെയും, ഉദ്യോഗസ്ഥനായിരുന്നാലും, ഞാനൊരു സന്നദ്ധ സംഘടനാ പ്രവർത്തകനാണ്. ഇപ്പോൾ ഇംഗ്ലീഷിൽ എനിക്കൊരു കത്തെഴുതണം, ഞാൻ അത്യാവശ്യം പ്രൈമറി വിദ്യാഭ്യാസം മാത്രമുള്ള ഒരാളാണ്. അപ്പോൾ അത്രയും, അല്ലെങ്കിൽ ഒരു സാക്ഷരനാണ്. സാക്ഷരനായ എനിക്ക് ഒരു ഇംഗ്ലീഷ് കത്തെഴുതണമെങ്കിൽ പോലും ഞാൻ പലരെയും ആശ്രയിച്ചാണൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ മലയാള ഭാഷ തന്നെ വ്യക്തമായി നമുക്ക് എഴുതാനും വായിക്കാനും അറിയാമെങ്കിൽ ഈ ലോകത്തുള്ള ഏത് ഭാഷയിലേക്കും അതിനെ മാറ്റുവാനും, അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ ഒരു സംഘടനയുടെ ഡയറക്ടർ എന്നുള്ള നിലയിൽ ഒരു പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്യാനോ, അല്ലെങ്കിൽ ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യാനോ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അത്യാവശ്യം ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ കാര്യത്തിലോ വെബ്സൈറ്റിൻ്റെ കാര്യത്തിലോ ഒക്കെ നമുക്ക് ഇപ്പോൾ നിസ്സാരം നമ്മളെ വാട്സപ്പ് പോലും ശരിയായ വണ്ണം നമുക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ടുള്ള സാങ്കേതിക ജ്ഞാനവും മറ്റെന്ത് ജ്ഞാനവും ഒക്കെ നേടാൻ നമുക്ക് കഴിയും എന്നുള്ളത് ബോധ്യപ്പെട്ടു. അതിൻ്റെ വെളിച്ചത്തിൽ പ്രായോഗികമായി കമ്പ്യൂട്ടർ കോഴ്സ് പോലെ നമ്മൾ നടത്തിയതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നിൽക്കുന്ന നമ്മൾ നിൽക്കുന്ന മേഖലയിൽ അത് ഉപയോഗിക്കാൻ പ്രായോഗികമായി പ്രാക്ടിക്കലായി അത് ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് ആളുകളെ ഉള്ള വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളൊരു പ്രവർത്തനമാണ് ശാന്തിഗ്രാം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി അഥവാ സിറ്റ് എന്ന് പറയുന്ന ആ പ്രസ്ഥാനവും ഐടെക് എന്ന് പറയുന്ന പ്രസ്ഥാനവുമായി ചേർന്ന് നടന്നത്. ആദ്യം ഞങ്ങൾ ഒരു ദിവസത്തെ ഒരു ക്ലാസ് ആയിരുന്നു ഇവിടെ കൊടുത്തത്. 250 രൂപയായിരുന്നു ഭക്ഷണം ഉൾപ്പെടെയുള്ള ചിലവിന് വേണ്ടി ആദ്യം നമ്മൾ ഈടാക്കിയത്. അത് കഴിഞ്ഞപ്പോൾ രസകരമായൊരു സംഭവം ഉണ്ടായി. പിന്നെ സജു സാറിന് കൊടുക്കാൻ വേണ്ടി പൈസ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ഹോണറേറിയം കൊടുക്കാനില്ലായിരുന്നു. രണ്ടാമത് ആ ക്ലാസ്സിൽ പങ്കെടുത്ത ആളുകൾ തന്നെ വീണ്ടും പിന്നെ ഒരു ദിവസത്തെ ക്ലാസ് കൂടി വേണമെന്ന് പറഞ്ഞു. 500 രൂപ വാങ്ങിക്കൊണ്ട് ഞങ്ങൾ ആ കോഴ്സ് നടത്തി. അന്ന് സജു സാറിന് വണ്ടിക്കൂലിക്കും യാത്രാ ചെലവിനും പൈസ കൊടുക്കാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞു, ഇല്ല, ഞങ്ങൾക്ക് അല്പം കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. പിന്നെ പല ആളുകളും, ദൂരെയുള്ള ആളുകൾ ഓൺലൈൻ ക്ലാസ് വേണം എന്നുള്ളൊരു ആവശ്യം പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞ ഒരു 2 മാസം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ഓൺലൈൻ ക്ലാസ് വെച്ചു. അത് കഴിഞ്ഞ ശനിയാഴ്ച 21 ക്ലാസ്സുകൾ പൂർത്തിയാക്കി. ഏകദേശം അത്യാവശ്യം നമ്മൾ ഓഫർ ചെയ്ത കാര്യങ്ങളെല്ലാം ആളുകളെ പഠിപ്പിച്ചു. അവരെല്ലാവരും സന്തോഷവാന്മാരാണ്, ആ തരത്തിൽ പോകുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ബാച്ച്, ആദ്യത്തിൽ നമ്മൾ 100 പേർക്ക് മാത്രമാണ് അഡ്മിഷൻ കൊടുത്തത്. രണ്ടാമത്തെ ബാച്ച് അനൗൺസ് ചെയ്തു. അതിലും പങ്കാളികളായ ആളുകൾക്ക് ക്ലാസ് തുടങ്ങേണ്ട ദിവസമാണ് ഇന്ന്. അപ്പോൾ ഇന്ന് മറ്റുള്ള ആളുകൾക്ക് കൂടി ഈ മേഖലയിൽ പഠിക്കാനും അറിയാനും ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാധ്യതകളെക്കുറിച്ചും നിത്യജീവിതത്തിൽ അതിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ചും മനസ്സിലാകുന്നതിന് വേണ്ടി ഇമെയിൽ ഒക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് AI എങ്ങനെ ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ചൊരു ക്ലാസ് വെക്കുന്നു. ഒപ്പം ഇന്ന് ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് ആർക്കെങ്കിലും ഈ കോഴ്സിൽ ചേരാൻ ആഗ്രഹമുണ്ടെങ്കിൽ സജി സാറ് അവസാനം നമ്മളതിൻ്റെ ഒരു ഓഫർ പറയും. അതിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ചേരാനും കഴിയും. ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ വൈകിട്ട് രാത്രി 8 മണി മുതൽ 9 മണി വരെ എന്നാണ് വെച്ചിരിക്കുന്നത്. ചിലപ്പോൾ അത് 9:30 മണി വരെയൊക്കെ പോകും. അങ്ങനെയുള്ളൊരു കോഴ്സും നമ്മൾ ഇതിനോടൊപ്പം അനുബന്ധമായി നടത്തുന്നുണ്ട്. അപ്പോൾ ആ കോഴ്സിൻ്റെ എല്ലാ കോഴ്സുകളുടെയും ആദ്യം നമ്മളൊരു ജനറലായിട്ടൊരു ക്ലാസ് വെക്കാറുണ്ട്. അത് ഇന്ന് നമ്മൾ ഇമെയിലിലെ AI കുറിച്ചാണ് വെച്ചിരിക്കുന്നത്. പിന്നെ സജു സാറ് നല്ലൊരു അധ്യാപകനാണ്. സജു സാറിനെ കുറിച്ച് കഴിഞ്ഞ ബാച്ചിൽ ഓഫർ ചെയ്ത ഒരു കാര്യം, സാക്ഷരനായ ഒരാൾ, കമ്പ്യൂട്ടറിൻ്റെ അടിസ്ഥാന വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ഒരാളിനെ LKG സ്റ്റുഡൻറ്റിനെ എന്നുള്ള നിലയിലെടുത്ത് മലയാള അക്ഷരങ്ങൾ മുതൽ തുടങ്ങി പ്രായോഗികമായി, ഇപ്പോൾ കോഴിക്കോടും കാസർഗോഡും ഒക്കെയുള്ള ആളുകൾ കഴിഞ്ഞ ബാച്ചിലുണ്ടായിരുന്നു. അവർ ശാന്തിഗ്രാമിൽ തന്നെ വന്ന് താമസിച്ച് പ്രായോഗിക പരിജ്ഞാനമൊക്കെ നേടി പോയ അനുഭവങ്ങളുമൊക്കെ ഉണ്ട്. ഒരു ഓൺലൈൻ ക്ലാസ്സിൽ ഉപരിയായി അതിൻ്റെ പരിമിതികൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രായോഗികമായി വന്ന് പഠിച്ച് പോകണം എന്നുള്ളവർക്ക് ആ സംവിധാനം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളാണ് ശാന്തിഗ്രാമം ഐടെക്കും ചേർന്ന് നടത്തുന്ന കോഴ്സിൽ നടത്തുന്നത്. സജു സാറ് എൻ്റെ സഹനശക്തിയും
അദ്ദേഹത്തിൻ്റെ പഠന രീതിയും ഒക്കെ കുറിച്ച് വളരെ മെച്ചപ്പെട്ട അഭിപ്രായമാണ് ചെയ്തത്. അദ്ദേഹം ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ജനകീയവൽക്കരിക്കുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ ചെലവ് കുറഞ്ഞ സാങ്കേതിക വിദ്യകൾ, ഈ വലിയ കാര്യമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ സാധാരണ ചെറിയ ഏതൊരു സാധാരണക്കാരനെയും പഠിപ്പിച്ചെടുക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് ഞങ്ങൾക്കിപ്പോൾ 2 മാസത്തെ കോഴ്സോടുകൂടി ബോധ്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ സജി സാറാണ് ഇന്നത്തെ ക്ലാസ് നയിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ കഴിഞ്ഞ ബാച്ചിൽ പങ്കെടുത്തിരിക്കുന്ന ആളുകൾക്ക് ഗ്രാഫിക് ഡിസൈനിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ ടാലി പോലെയൊക്കെയുള്ള ഈ അക്കൗണ്ടൻസി നിത്യജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുന്നതിന് ടാലി പോലുള്ള കോഴ്സുകളൊക്കെ ഇതിൻ്റെ ഭാഗമായി തന്നെ ഞങ്ങൾ തുടർന്നും നടത്തുന്നുണ്ട്. ഈ പരിപാടിയിലേക്ക് വളരെ പല മേഖലയിലുള്ള അലോപ്പതി ചികിത്സകരും ആയുർവേദ ചികിത്സകരും ഹോമിയോക്കാരും അതുപോലെ സന്നദ്ധ സംഘടനാ പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും വീട്ടമ്മമാരും ഒക്കെ ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം സജി സാറിനെ ഇന്നത്തെ വിഷയം അവതരിപ്പിക്കാൻ വേണ്ടി സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമസ്കാരം. പങ്കജകൃഷ്ണൻ സാറ് വളരെ വിശദമായ ഒരു ആമുഖം പറഞ്ഞതുകൊണ്ട് ഞാൻ ആമുഖപരമായി ഒന്നും പറയുന്നില്ല, നേരെ നമ്മുടെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ജിമെയിലിലെ നിർമ്മിത ബുദ്ധി ഉപയോഗത്തെ കുറിച്ചാണ്. നിർമ്മിത ബുദ്ധി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കുന്ന ധാരാളം പേരുണ്ടാവും നമ്മുടെ ഈ ഗ്രൂപ്പിൽ. അത്തരത്തിലുള്ള ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ചിട്ടില്ലാത്ത ആൾക്കാരും ഉണ്ടാവും. എന്തായാലും ജിമെയിൽ എന്ന് പറയുന്നത് കൊണ്ട് ഇന്നത്തെ ഈ ക്ലാസ്സിൽ വന്നിട്ടുള്ള മുഴുവൻ പേരും ഇമെയിൽ ഉപയോഗിക്കുന്നതാണ്. വിശിഷ്യ ജിമെയിൽ ആയിരിക്കും അവർ ഇമെയിലായിട്ട് ഉപയോഗിക്കുന്നത് എന്നും കരുതുന്നു. മെയിലുകൾ അയക്കാൻ അറിയാം, അതുപോലെ തന്നെ വന്നിട്ടുള്ള മെയിലുകൾ സെർച്ച് ചെയ്ത് ഇളക്കെ നോക്കാനൊക്കെ അറിയാം. അപ്പൊ എന്താണ് നിർമ്മിത ബുദ്ധിയിലെ ജിമെയിലിലെ നിർമ്മിത ബുദ്ധിയുടെ സവിശേഷത? നിർമ്മിത ബുദ്ധിക്ക് വളരെ ശൈശവ അവസ്ഥയിലാണ്. ഒരു 2-2.5 വർഷത്തെ പ്രായമേ ഉള്ളൂ. എന്നിരുന്നാലും ഓരോ ദിവസവും 100 കണക്കിന് നിർമ്മിത ബുദ്ധി ആപ്ലിക്കേഷനുകൾ, AI ആപ്ലിക്കേഷനാണ് ലോകത്തിറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ നിർമ്മിത ബുദ്ധിയുടെ നമ്മുടെ IT കമ്പനികളുടെ പ്രധാന കമ്പനികളെല്ലാം തന്നെ നിർമ്മിത ബുദ്ധി കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഫേസ്ബുക്ക്, വാട്സാപ്പ്, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉള്ള അവർക്ക് മെറ്റ AI എന്ന് പറയുന്ന ഒരു വിശാലമായ നിർമ്മിത ബുദ്ധി ആപ്ലിക്കേഷൻ ഉണ്ട്. അത് സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തിൽ വന്നു കഴിഞ്ഞു. നിങ്ങളുടെ വാട്സാപ്പിലൊക്കെ AI-യുടേതാണ്. അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റ് IT ടെക്നോളജിയിലെ ഏറ്റവും വലിയ ഭീമനാണ്. അവരും അവരുടെ ബിങ്, ഗൂഗിളിന് പകരമായുള്ള ബിങ് എന്ന സെർച്ച് എഞ്ചിൻ, അത് നിർമ്മിത ബുദ്ധി അധിഷ്ഠിതമാക്കി കഴിഞ്ഞു. ബിങ്ങിൽ തന്നെ കോപൈലറ്റ്, നോട്ട്ബുക്ക് തുടങ്ങിയ ആപ്ലിക്കേഷനുകൾ ലഭ്യമാണ്. ഇമേജ് ജനറേഷന് വേണ്ടിയിട്ടുള്ള ഡാലി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ, ഇതെല്ലാം സൗജന്യമാണ്. അതുപോലെ മറ്റൊരു കമ്പനിയാണ് ഓപ്പൺ AI. അവരാണ് ChatGPT അവതരിപ്പിച്ചത്. ആദ്യത്തെ നിർമ്മിത ബുദ്ധി പൊതുജനങ്ങൾക്ക് വേണ്ടി ഏത് സാധാരണക്കാർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ അവതരിപ്പിച്ച ChatGPT ആണ്. അപ്പോ നിർമ്മിത ബുദ്ധി ഇല്ലാതെ വേഗത്തിൽ തന്നെ നിർമ്മിത ബുദ്ധിയിലേക്ക് കടന്നു. അവൻ ആദ്യം ബാഡ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ കൊണ്ടുവന്നു. ആ ബാഡിനെ കൂടുതൽ പരിഷ്കരിച്ച് ജെമിനി എന്ന് പറയുന്ന ഒരു നിർമ്മിത ബുദ്ധി ആപ്ലിക്കേഷൻ വന്നു. അപ്പൊ ഇവിടെയെല്ലാം തന്നെ നമുക്ക് ഒരു മനുഷ്യന് അവന്റെ ബുദ്ധി ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നിർമ്മിത ബുദ്ധി കൊണ്ട് ചെയ്യാം. ബുദ്ധി എന്ന് പറയുന്നത് പൊതുവെ അതിനെ നിർവചിക്കുന്നത് പ്രോബ്ലം സോൾവിങ് എബിലിറ്റി എന്നാണ്. ഒരു പ്രശ്നം പരിഹരിക്കാനുള്ള കഴിവിനെയാണ് ബുദ്ധി എന്ന് പറയുന്നത്.
ബുദ്ധി അളക്കാൻ പറ്റും. ബുദ്ധി അളക്കുന്നതിന് പല ഘടകങ്ങളെ ഉപയോഗിച്ചാണ് ബുദ്ധി അളക്കുന്നത്. IQ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരു സാധാരണ മനുഷ്യന്റെ IQ 100 അതായത് 0 മുതൽ 200 വരെയാണ് മനുഷ്യന്റെ ഇന്റലിജൻസ് കോഷ്യന്റ്. ആ IQ അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് 8ഓളം വരുന്ന ഫാക്ടേഴ്സ് ആണ്. വെർബൽ എബിലിറ്റി, ന്യൂമറിക്കൽ എബിലിറ്റി, സ്പേച്വൽ എബിലിറ്റി, അങ്ങനെയൊക്കെയുള്ള 8ഓളം വരുന്ന ഘടകങ്ങളെ വെച്ചിട്ടാണ് അത് ക്വസ്റ്റ്യനിയറുകളും പസിൽസ് കൊണ്ടും ഒക്കെയാണ് ബുദ്ധി അളക്കുന്നത്. ആ 8 ബുദ്ധിയെ, മനുഷ്യന്റെ ബുദ്ധിയെ സഹായിക്കുന്ന ആ 8 ഘടകങ്ങളും ഈ നിർമ്മിത ബുദ്ധിയിലും വരുന്നുണ്ട്. നിർമ്മിത ബുദ്ധി നന്നായി ഭാഷ കൈകാര്യം ചെയ്യും, നന്നായി സ്വപ്നങ്ങൾ കാണും, നന്നായി സൃഷ്ടിപരമായ കാര്യങ്ങൾ ചെയ്യും, ന്യൂമറിക്കൽ എബിലിറ്റി, എല്ലാ എബിലിറ്റികളും ഉള്ള ഒരു സാധനമാണ്. അപ്പൊ ഈ നിർമ്മിത ബുദ്ധി എന്ന് പറയുന്നതിനോട് നമുക്ക് കമ്പ്യൂട്ടർ വന്ന സമയത്ത് ആൾക്കാരുടെ ഒരു എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു. ഇതിനങ്ങനെ വലിയ എതിർപ്പൊന്നുമില്ല. കാരണം ഇന്ന് ജനം വളരെ ഫ്ലെക്സിബിൾ ആണ്. ഈ സാങ്കേതിക വിദ്യയോട് ഒത്തുപോയാലേ പറ്റൂ എന്നുള്ള അവസ്ഥയാണ്. അപ്പൊ നമ്മൾ നിർമ്മിത ബുദ്ധി നമ്മളുടെ എല്ലാ രംഗങ്ങളിലും നിർമ്മിത ബുദ്ധി നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അതുകൊണ്ട് ജിമെയിലിനകത്തും നിർമ്മിത ബുദ്ധി ആപ്ലിക്കേഷൻസ് ഉണ്ട്. വളരെ നിസ്സാരവും ആണ്. നമുക്ക് മനസ്സിലാക്കാത്തത് കൊണ്ട് പലരുടെയും ഒരുപാട് സമയം നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു മെയിലുമായി ഒരു ഇമെയിലുമായി ബന്ധപ്പെട്ട് മെയിൽ വായിക്കാനായാലും മെയിലിന് റിപ്ലൈ ചെയ്യുന്നതിനായാലും പുതിയ മെയിലുകൾ അയക്കുന്നതിനായാലും അങ്ങനെയൊക്കെയുള്ള കാര്യം ധാരാളം സമയം നമ്മൾ ചെലവഴിക്കുന്നുണ്ട്. പക്ഷെ അത് ആ സമയലാഭം നമുക്ക് AI കൊണ്ട് പരിഹരിക്കാനാവും. അതുപോലെ തന്നെ ഭാഷാപരമായ പരിജ്ഞാനം ഇല്ലാത്തത് കൊണ്ട് നല്ല മെയിലുകൾ അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിന് വിചാരിക്കുന്ന തരത്തിലുള്ള മെയിലുകൾ അയക്കാൻ കഴിയാതെ വരുന്നുണ്ട്. അത് പരിഹരിക്കാം. എന്തായാലും ഒരു വലിയൊരു ശക്തമായ ഒരു കമ്മ്യൂണിക്കേഷൻ ടൂൾ എന്നുള്ള നിലയിൽ നിർമ്മിത ബുദ്ധി, ഈ ജിമെയിലിലെ നിർമ്മിത ബുദ്ധി ആപ്ലിക്കേഷൻ നമുക്ക് സഹായകരമാവും. മറ്റൊന്ന്, ജിമെയിലിന് തന്നെ മെയിലായിരുന്നു മുമ്പ് നമ്മൾ സർവ്വവ്യാപകമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഡിജിറ്റൽ ലോകത്ത്. ഇന്ന് വാട്സാപ്പ് വന്നപ്പോൾ ജിമെയിലിന്റെ തന്നെ ഉപയോഗം കുറഞ്ഞു എന്നുള്ളത് വസ്തുത മറ്റൊരു വശത്തുണ്ട്. എന്നിരുന്നാലും ജിമെയിലായാലും നമുക്ക് കത്തുകൾ അയക്കണമല്ലോ, ആ കത്തുകൾ തയ്യാറാക്കണമല്ലോ. അവിടെ എന്തായാലും ആ കത്തുകൾ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് തയ്യാറാക്കുന്ന കത്തുകൾ വാട്സാപ്പിലൂടെയും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കത്തുകൾ തയ്യാറാക്കാനും മറുപടി അയക്കാനും ആ ഒരു വിഷയം കേന്ദ്രീകരിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു കോഴ്സ് നടത്തുന്നത്. ഞാൻ നിങ്ങളെല്ലാം ജിമെയിലിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഞാൻ എൻ്റെ ജിമെയിൽ ഈ സ്ക്രീനിൽ ഒന്ന് ഷെയർ ചെയ്യാണ്. നിങ്ങൾ കാണുന്നുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാണുന്നുണ്ടല്ലോ? ആരെങ്കിലും കാണും? ഓക്കെ, താങ്ക് യു. അപ്പോ നമ്മൾ ജിമെയിലില് നമുക്ക് ധാരാളം മെയിലുകൾ വരാറുണ്ട്. നമ്മൾ ആവശ്യപ്പെടാതെ തന്നെ ധാരാളം മെയിലുകൾ വരാറുണ്ട്. അങ്ങനെ വരുന്ന മെയിലുകൾ പലതരത്തിലുള്ള മെയിലുകളാണ് വരുന്നത്. അപ്പൊ AI-യുടെ വരവോടുകൂടി ജിമെയില് നമുക്ക് വരുന്ന മെയിലുകളെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, തരംതിരിച്ചിട്ടുണ്ട്. അങ്ങനെ തരംതിരിച്ച മെയിലുകൾ ഇതിന്റെ നമ്മളെ ജിമെയിൽ എന്ന് കാണുന്ന ആ ഭാഗമുണ്ടല്ലോ, ആ ഭാഗത്ത് അതിന്റെ ലെഫ്റ്റ് പാനിൽ ആരുടെയൊക്കെയോ ഫോണ് മൈക്ക് ഓണാണ്, അതൊന്ന് മ്യൂട്ട് ചെയ്യാൻ നോക്കുക. അപ്പൊ ഈ മെയിലുകൾ ധാരാളം മെയിലുകൾ വരുന്നുണ്ട്. അപ്പൊ ഈ മെയിലുകളെ അതിന്റെ സ്വഭാവം അനുസരിച്ച് അത് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോ സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട മെയിലുകൾ വരുന്നുണ്ട്, അതാണ് ഈ സോഷ്യൽ കാണുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ അപ്ഡേറ്റ്, നമ്മൾ പലതരത്തിലുള്ള ഈ വെബ്സൈറ്റുകളിലൊക്കെ പോകുമ്പോൾ നമ്മൾ അറിയാതെ ടിക്ക് ചെയ്യുകയും അല്ലെങ്കിൽ അറിയാതെ മെയിൽ
കൂടുതൽ വിവരങ്ങൾ ആവശ്യപ്പെടുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ നമ്മുടെ മെയിൽ ഐ ഡി അവര് ശേഖരിച്ചു വെക്കുകയും നമുക്ക് ഇങ്ങനെ മെയിൽ അയച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോ അങ്ങനെയുള്ള നമ്മൾ ഉപയോഗിക്കുന്ന വെബ്സൈറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന അപ്ഡേറ്റ്സുകളുണ്ട്. നിങ്ങൾ കുക്കീസ് എന്ന് കണ്ടിട്ടുണ്ടാവും. അതായത് കുക്കീസ് അക്സെപ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ചില വെബ്സൈറ്റുകൾ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കുക്കീസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു വെബ്സൈറ്റിൽ പോകുമ്പോൾ ആ വെബ്സൈറ്റില് നമ്മൾ ഏതൊക്കെ ഭാഗത്തേക്കാണ് പോകുന്നത്, എന്തൊക്കെയാണ് നമ്മൾ നോക്കുന്നത്, ഏത് ഭാഗത്താണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത്, നമ്മൾ മൗസ് എവിടേക്കൊക്കെയാണ് ചലിക്കുന്നത് എന്ന് അവര് നിരീക്ഷിക്കുന്നു, അവര് പഠിക്കുന്നു. അങ്ങനെ അവര് നിരീക്ഷിക്കുന്ന ആ സംവിധാനത്തെ, അതായത് നമ്മൾ സ്വകാര്യമായി ഒരു വെബ്സൈറ്റ് ഉപയോഗിക്കുന്നത് അവർ മനസ്സിലാക്കാനുള്ള പെർമിഷൻ കൊടുക്കുന്നതിനാണ് കുക്കീസ്. അങ്ങനെ ഈ കുക്കീസ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ മെയിൽ ഐ ഡി കൂടി അവര് എടുക്കുന്നു, അവര് നമുക്ക് മെയിൽ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇത്തരം മെയിലുകളെ നമുക്ക് പലപ്പോഴും നമ്മൾ അത് ഓരോന്നായിട്ട് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയാറുണ്ട്. ചില ആൾക്കാർ അത് ഡിലീറ്റ് ചെയ്യാറില്ല, അങ്ങനെ തന്നെ കിടക്കാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള മെയിലുകളെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള AI സംവിധാനം നിലവിലുണ്ട്. അത് വളരെ സിമ്പിൾ ആണ്. ഇപ്പോ എന്റെ ഈ ഇതില് 8 സോഷ്യൽ മീഡിയ മെയിലുകൾ വന്നിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള മെയിലുകൾ അത് ഞാനിവിടെ സെലക്ട് ചെയ്തതാണ്. ട്വിറ്റർ, ഫേസ്ബുക്കിൽ നിന്നൊക്കെ ഉള്ള മെയിലുകളാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഈ മെയിലുകളെല്ലാം ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ആ സോഷ്യൽ മീഡിയ മെയിലുകളെല്ലാം പോയി. അത് കഴിഞ്ഞിട്ട് അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. ഈ അപ്ഡേറ്റ്സ് നമുക്ക് ആവശ്യമില്ല. ആവശ്യമുള്ളതെല്ലാം ഏതെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുക. ഇതിനകത്ത് ആവശ്യമില്ലാത്തതാണെങ്കിൽ ഇതിനെല്ലാം സെലക്ട് ആൾ കൊടുക്കുക. സെലക്ട് ആൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഡിലീറ്റ് ചെയ്യാം. അപ്ഡേറ്റ്സ് എല്ലാം പോയി. ഒരു വിൻഡോയിൽ വന്ന 80ഓളം വരുന്ന അപ്ഡേറ്റ്സുകളിൽ 40-ലധികം പോയി കഴിഞ്ഞ് ഇനി വീണ്ടും ഉണ്ട്. അപ്പൊ നമ്മൾ വീണ്ടും ഉള്ള 40 എണ്ണത്തിന് നമ്മൾ സെലക്ട് ആൾ കൊടുക്കുന്നു, വീണ്ടും നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നു. നോക്കുക, എന്റെ മെയിലിനകത്തുള്ള എല്ലാ അപ്ഡേറ്റ്സും പോയി. ഇനി വരുന്നത്, മുമ്പ് ഇതെല്ലാം ഒരുമിച്ചായിരുന്നു വന്നത്. ഇപ്പൊ നമുക്ക് പ്രൊമോഷൻ ആയിട്ട് വരുന്ന മെയിലുകളുണ്ട്. ഈ മെയിലുകൾ നമുക്ക് ഒന്ന് സെലക്ട് ചെയ്യാം. സെലക്ട് ആൾ കൊടുത്ത് സെലക്ട് ചെയ്യാം. ഇനി ഇതിനകത്ത് നോക്കുമ്പോൾ ഏതെങ്കിലും ഉപയോഗമുള്ള സാധനം ഉണ്ടെങ്കിൽ അതിനെ ഡീസെലക്ട് ചെയ്യാം, സെലക്ഷൻ ഒഴിവാക്കാം, അത് മാത്രം പോകും. അപ്പൊ അങ്ങനെ സെലക്ട് ചെയ്ത് കഴിയുന്നതിനെ നമുക്ക് വീണ്ടും ഡിലീറ്റ് ചെയ്യാം. അപ്പൊ പ്രൊമോഷൻ വീണ്ടും ആ ഒരു പേജിൽ വരുന്ന സെലക്ഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു പേജിൽ വരുന്ന സെലക്ട് ചെയ്യുന്നതാണ് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റിയത്. വീണ്ടും 13ഓളം പ്രൊമോഷൻസ് വീണ്ടും കിടക്കുന്നു. അത് ഞാൻ സെലക്ട് ചെയ്യുന്നു, ഡിലീറ്റ് ചെയ്യുന്നു. അപ്പോ എന്റെ ഈ ഫോൺ മൊബൈൽ ഇതിലുള്ള എല്ലാ ജങ്ക് മെയിലുകളും, ആവശ്യമില്ലാത്ത എല്ലാ മെയിലുകളും എനിക്ക് ഡിലീറ്റ് ചെയ്യാം. അതുപോലെ തന്നെ സ്പാം മെയിലുകൾ വീണ്ടും വരുന്നു. ആ സ്പാം മെയിലുകളെ നമുക്ക് വീണ്ടും 74 സ്പാം മെയിലുകളുണ്ട്. അതിനെയും സെലക്ട് ചെയ്യുന്നു, അതും സെലക്ട് ചെയ്യുന്നു, അത് ഡിലീറ്റ് ഫോർ എവർ കൊടുക്കുന്നു, അത് ഡിലീറ്റ് ആവുന്നു. ഇനി 24 എണ്ണം വീണ്ടും അവശേഷിക്കുന്നു, അതിനെയും നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നു. അപ്പോ ഇപ്പൊ എന്റെ മെയിൽ ബോക്സിൽ ആവശ്യമുള്ള മെയിലുകൾ മാത്രമേ ഉള്ളൂ. ആൾക്കാർ അയച്ച അല്ലെങ്കിൽ എനിക്ക് പേഴ്സണൽ ആയിട്ട് വന്ന മെയിലുകൾ മാത്രമേ ഇപ്പോൾ അവശേഷിക്കുന്നുള്ളൂ. ഇപ്പൊ എന്റെ ഇൻബോക്സിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 40ഓളം, അതായത് 300ഓളം വരുന്ന മെയിലുകൾ ഉണ്ടായിരുന്നത് ആവശ്യമില്ലാത്ത മെയിലുകളെല്ലാം പോയി. അതിനുശേഷം വന്ന മെയിലുകളും പേഴ്സണലായിട്ട് വന്ന എന്റെ മെയിലുകളും മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ മെയിൽ ബോക്സിൽ, നമ്മുടെ ഇൻബോക്സിലുള്ള ആവശ്യമില്ലാത്ത മെയിലുകളെല്ലാം സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സോർട്ട് ചെയ്തത് നമുക്ക് സോഷ്യൽ, പ്രൊമോഷണൽ, സ്പാം മെയിലുകൾ അനുസരിച്ച് നമുക്ക് ഇതിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു നിസ്സാരമായ കാര്യമാണ് ഇത്. അപ്പൊ നിങ്ങളിൽ പലരും ഇത് ഉപയോഗിക്കുന്ന ആൾക്കാർ തന്നെ ഉണ്ടായിരിക്കും. ഇനി അപ്പൊ ഇത് ഒരു ഭയങ്കര ഒരു ആവശ്യമൊന്നുമല്ല, ഒരു ലളിതമായ ഒരു കാര്യം. നമുക്ക് ആവശ്യം നമുക്ക് മെയിലുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്, മെയിലുകൾ എഴുതുക എന്നുള്ളതാണ്. മെയിൽ എഴുതാൻ നമുക്ക് 2 രീതിയിൽ നമുക്കിത് ഉപയോഗിക്കാം. നമ്മുടെ കമ്പോസ് ചെയ്യുന്ന ഭാഗത്ത് നിന്ന് AI യുടെ സഹായത്തോടു കൂടി മെയിൽ തയ്യാറാക്കാം. അതുപോലെ
മറ്റ് മെയിൽ അയക്കാൻ നമ്മെ സഹായിക്കുന്ന AI ആപ്ലിക്കേഷനുകളുണ്ട്. ആ AI ആപ്ലിക്കേഷനിലൂടെ മെയിലുകൾ തയ്യാറാക്കിയിട്ട് നമുക്ക് ഈ കമ്പോസ് ഭാഗത്ത് കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യാൻ പറ്റും. പേസ്റ്റ് ചെയ്ത് നമുക്ക് മെയില് തയ്യാറാക്കുക എന്ന് പറയുന്ന ആ ഒരു ദൗത്യം വളരെ ലളിതമായി നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് ഉള്ള ഒരു ഞാൻ തൽക്കാലം ഒരു സമയത്ത് ഒരു സ്ക്രീൻ മാത്രമേ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. ഞാനിപ്പോ തൽക്കാലം ജിമെയിലിൽ നിന്ന് തൽക്കാലം ഒന്ന് പോകുന്നു. scriptpy.com എന്ന് പറയുന്ന ഒരു AI ആപ്ലിക്കേഷനാണ്. ഇത് മെയിൽ മാത്രമല്ല, 100ഓളം വരുന്ന AI ആപ്ലിക്കേഷൻ ഇതിനകത്തുണ്ട്. അതിനകത്ത് നമ്മൾ ഇമെയിൽ റൈറ്റർ എന്ന് പറയുന്ന ഒരു കാണുന്നുണ്ടല്ലോ, ഒന്നില്ല ഇല്ല അതാ ഇമെയിൽ റൈറ്റർ. ഇത് scriptpy.com എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൽ നിന്നാണ്. ഇത് സൗജന്യം. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സൗജന്യമാണ്. ചില വെബ്സൈറ്റുകൾ സൗജന്യമാണെങ്കിലും അതിന് ഒരു പ്രോ വെർഷൻ ഉണ്ട്, അതായത് പെയ്ഡ് വെർഷൻ ഉണ്ട്. നമുക്ക് അതിന്റെ ആവശ്യമില്ല, ആ സൗജന്യം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഇവിടെ നമുക്ക് ഇമെയിൽ എഴുതാം. ഇമെയിൽ ഇത് നിങ്ങൾക്ക് അത് വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് കാണുന്നുണ്ട് അല്ലേ? കാണുന്നുണ്ട്. ഇതിനകത്ത് ഈ ഫ്രീ കൊണ്ട് അതുപോലെ തന്നെ പെയ്ഡ് ആയിട്ടുള്ള സാധനം അതിന്റെ ആവശ്യമില്ല. നമുക്ക് ഈ ഫ്രീ വെർഷൻ തന്നെ നമുക്ക് ഉപയോഗിക്കാം. ഇതില് നമുക്കൊരു മെയില് നമുക്ക് തയ്യാറാക്കണം. അപ്പൊ നിങ്ങളുടെ ഒരു ജോലിയിൽ നിന്ന് ഒരു ലോങ് ലീവ് ആവശ്യപ്പെടുകയാണ്. ആ ലോങ് ലീവ് ആവശ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു മെയിലാണ് ഒരു ലോങ് ലീവ് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു മെയിൽ തയ്യാറാക്കി നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിന്റെ മേധാവിക്ക് കൊടുക്കണം. അപ്പൊ അതിനകത്ത് ഒന്ന് നമ്മുടെ ഫ്രം കൊടുക്കുക. ഫ്രം ബൈജു ടു. അപ്പൊ ഇതില് നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോ ഇത് ക്യാപിറ്റൽ ലെറ്റർ ഒക്കെ കൊടുക്കണമെന്നൊന്നുമില്ല. അതെല്ലാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കറക്റ്റ് ചെയ്തോളും. ടു വർക്ക് ചെയ്യുന്നത് ശാന്തിഗ്രാം നമുക്കൊന്ന് കൊടുക്കാം. ശാന്തിഗ്രാം, അത് ഡയറക്ടർ ശാന്തിഗ്രാം ആവാം. ഇനി നിങ്ങൾ ഉള്ളത് ഒരു ലോങ് ലീവ് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒറ്റ വരിയിൽ ഐ ഗോട്ട് എ ജോബ് അബ്രോഡ് ആൻഡ് ഗോട്ട് ടു ഡയറക്ടർ ശാന്തിക ഐ ഗോട്ട് എ ജോബ്. അപ്പൊ ഇനി ഇത്രയും മാത്രമേ ഉള്ളൂ. അപ്പൊ ഇനി എന്താണ് റൈറ്റ്? ഇവിടെ താഴെ നമ്മുടെ ഭാഷ ഇവിടെ നമുക്ക് വേറെ ഒരുപാട് ഭാഷകളൊക്കെ ഉണ്ടെങ്കിലും മലയാളം ഇല്ല, അതുകൊണ്ട് നമ്മൾ ഇംഗ്ലീഷ് തന്നെ തിരഞ്ഞെടുക്കും. ഇനി ഏത് ടൂണിലാണ് നമുക്ക് ഈ ഒരു മെയിൽ വേണ്ടത്? അത് പ്രൊഫഷണൽ ആണോ, ഇൻഫർമേറ്റീവ് ആണോ, കൺവിൻസിങ് ആണോ, എന്തൂസിയാസ്റ്റിക്, ഹ്യൂമറസ്, അല്ലെ ഫോർമൽ ആണോ, ഇൻസ്പിറേഷണൽ, പാഷനറ്റ്, ഏത് ട്യൂണിലാണ് നമ്മൾ മെയിൽ? അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് ഇതിനകത്ത് എന്താ ചെയ്യുന്നത്? ഒരു ഫോർമൽ സെലക്ട് ചെയ്യാം. എന്നിട്ട് റീറൈറ്റ് ഇമെയിൽ എന്നുള്ള ഭാഗത്ത് കൊടുത്തു കഴിയുമ്പോൾ 40 സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് ഒരു സുന്ദരൻ മെയില്
I hope this email find you well. I am writing to inform you that I have been offered a job opportunity abroad and will be take the 2 years leave എന്ന് പറഞ്ഞിട്ട് വളരെ വിശാലമായ സിൻസിയർലി ബൈജു ആ ഒരു അതാണ്ട് ഐ ഹാവ് thoroughly enjoyed my time working at the ശാന്തിഗ്രാം എന്നൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഒരു മെയില്, ഒരു സുന്ദരമായ മെയില് 40 സെക്കൻഡ് കൊണ്ട് തയ്യാറാക്കി. അതായത് നമ്മൾ എഴുതി തയ്യാറാക്കുകയാണെങ്കിൽ ഏതാനും മണിക്കൂറുകൾ എടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു മെയില് വെറും 40 സെക്കൻഡ് കൊണ്ട് ആര് തയ്യാറാക്കി തന്നു? ഈ ഇമെയിൽ ജനറേറ്റർ നമുക്ക് തയ്യാറാക്കി തന്നു. ഓക്കെ അല്ലേ? ആരും ഒന്നും മിണ്ടുന്നില്ല. ഹലോ, അതെ അതെ, കിട്ടി, വളരെ നന്നായിട്ടുണ്ട്. ശരി. അപ്പൊ വളരെ നമ്മൾ എന്താണ് ഇവിടെ നമ്മൾ ശരി താങ്ക് യു. നമ്മൾ ഇവിടെ എന്താണ് നമ്മൾ ചെയ്തത്? ചെറിയൊരു സംശയം ചോദിച്ചോട്ടെ സർ? ഓക്കെ, ചോദിച്ചോളൂ. നമ്മള് കമ്പോസ് മെയിലിൽ പോയിട്ട് എന്താണ് വേണ്ടത്? ഒന്നും കൂടി അതൊന്ന് പറഞ്ഞുതരാമോ സർ? അതെ അതെ, ഓക്കെ. നമുക്കിവിടെ മെയിലില് കമ്പോസ് ചെയ്യാനൊന്നും നമ്മളിവിടെ ചെയ്തതെന്ന് പറയുന്നത് ജിമെയിലിലേക്ക് പോയില്ല. നമുക്കൊരു മെയിൽ തയ്യാറാക്കുന്നു, ഇതിനെ കോപ്പി ചെയ്ത് നമ്മൾ ജിമെയിലിൽ കൊടുക്കുകയാണ്. കമ്പോസ് ജിമെയിലല്ല നമ്മൾ നിൽക്കുന്നത്, AI ഇമെയിൽ റൈറ്റർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ഡൗൺലോഡ് ചെയ്യണം അല്ലേ? ഡൗൺലോഡ് ചെയ്യണ്ട. നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രൗസറിൽ, നിങ്ങൾ ക്രോമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ആ ബ്രൗസറിൽ scriptai.com എന്ന് മാത്രം കൊടുത്താൽ മതി. scriptai.com കൊടുത്ത് ലോഗിൻ പോലും ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് scriptai.com അവിടെ പോയിട്ട് എന്നുള്ള ഒരു ഭാഗമുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഈ കാണുന്ന ഇമെയിൽ റൈറ്റർ എന്ന് പറയുന്ന ഭാഗമാണ്. അവിടെ ഇമെയില് ഇപ്പൊ നമ്മൾ റീറൈറ്റ് ചെയ്തുകൊണ്ട് കോപ്പി, നമുക്ക് ഇവിടെ നിന്ന് ഈ നമ്മൾ കോപ്പി എടുക്കുന്നു. കോപ്പി ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മെയിൽ, ഇവിടെ ഒരു മെയിൽ അയക്കുന്നതിന് വേണ്ടി നമ്മുടെ മെയിലിന്റെ കണ്ടന്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഭാഗമുണ്ട്. അവിടെ നമ്മൾ എന്ത് കൊടുക്കുന്നു? ഫ്രം കൊടുക്കുന്നു. ഫ്രം എന്താണോ നിങ്ങളുടെ ഫ്രം അത് അടിച്ചു കൊടുക്കുക. പിന്നെ ടു അത് കൊടുക്കുക. ഫ്രം ടു കൊടുത്തല്ലേ പറ്റുള്ളൂ. പിന്നെ നിങ്ങളുടെ ആവശ്യം എന്തോന്ന് ഏറ്റവും കുറഞ്ഞ വാക്കിൽ. ഇത് നമ്മൾ എന്താ കൊടുക്കുന്നത്? എനിക്ക് വിദേശത്ത് ഒരു ജോലി കിട്ടി, എനിക്ക് 2 വർഷത്തെ ലീവ് തരണം എന്ന് പറഞ്ഞപ്പോ ആ ലീവ് കൊടുക്കുന്നതിന് വേണ്ടി ഓഫീസിൽ ഫോർമലായി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗംഭീര ലെറ്റർ 40 സെക്കൻഡ് കൊണ്ട് തയ്യാറാക്കി തന്നു. ഈ തയ്യാറാക്കി തന്ന ഇത് നമ്മൾ ഇതിന്റെ കോപ്പി ചെയ്യുന്നു. ഇവിടെ കോപ്പി ക്ലിപ്പ് ബോർഡ് എന്നുള്ള ഭാഗത്ത് കോപ്പി ചെയ്യുന്നു. കോപ്പി ചെയ്യുന്നത് നമ്മൾ എവിടെ ചെന്നു? നമ്മുടെ ജിമെയിൽ ഓപ്പൺ ചെയ്യുന്നു, അവിടെ പേസ്റ്റ് ചെയ്യുന്നു. അത് ഒരു മെയില് തയ്യാറാക്കാനാണ് നമുക്ക് ഈ സംവിധാനം നമ്മെ സഹായിച്ചത്. ഓക്കെ, മനസ്സിലായല്ലോ? കൃത്യമായി മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ മനസ്സിലായി. അപ്പൊ മനസ്സിലായി. അപ്പൊ ഒരു മെയില് ഇത്രേ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കൊരു മെയില് തയ്യാറാക്കണം. ഒരുപാട് ആവശ്യങ്ങൾക്കുണ്ട്. ആ മെയിൽ ആവശ്യം നമുക്ക് ഒരാളിന് ഫ്രം കൊടുക്കുക, ടു കൊടുക്കുക, പിന്നെ എന്താണോ നമ്മൾക്ക് ചെയ്യേണ്ടത് അത് ഒരു വരിയിൽ അല്ലെങ്കിൽ ഒരു സെന്റൻസിൽ. നമുക്കറിയാം നമുക്ക് ഈ മെയില് നമുക്ക് പിന്നെ നമ്മളിവിടെ കോപ്പി ചെയ്തു. എടുത്തു. ഇവിടെ നമ്മൾ കോപ്പി ചെയ്തു. ഈ കോപ്പി ചെയ്ത മെയില് വെച്ചിട്ട് ശാന്തിഗ്രാമിന് ഈ മെയിൽ കിട്ടി. ശാന്തിഗ്രാം തീരുമാനിച്ചു ഇയാളുടെ ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്യുന്നു. അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ ഈ ബൈജുവിന് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മറ്റൊരു മെയിൽ വേണ്ടേ? അപ്പൊ എന്ത് ചെയ്യുന്നു? ആ മെയില് നമുക്കത് മറ്റൊരു ആപ്ലിക്കേഷൻ ഞാൻ പരിചയപ്പെടുത്തി അവിടെ ഇത് ഞാനൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാം. തൽക്കാലം ഞാൻ ഈ scriptai എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ നിന്ന് ഞാൻ ഇപ്പോ ഒന്ന് ഇറങ്ങുന്നു. സ്ക്രീൻ കിട്ടുന്നില്ല സാറേ. എന്ത് സ്ക്രീൻ നമുക്ക് കാണാൻ
ഹലോ, സ്ക്രീനുണ്ട്. ഇപ്പൊ പോയതാ. സ്ക്രീൻ ഞാൻ വേറൊരു ആപ്ലിക്കേഷനിലേക്ക് പോകാൻ വേണ്ടിയാണ് ഇപ്പൊ ഞാൻ മാറ്റിയത്. ഓക്കെ. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് റൈറ്റ് മെയിൽ .ai റൈറ്റ് മെയിൽ .ai ആപ്ലിക്കേഷനിലാണ് നിൽക്കുന്നത്. അത് വരും. അത് ഓപ്പൺ ആയി വരുന്നതാണ്. ഇപ്പൊ നമ്മൾ സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതൊക്കെ ഓപ്പൺ ആയി വരാൻ അല്പം താമസം എടുക്കും. ഇപ്പൊ കാണുന്നില്ലേ? കാണുന്നു അല്ലെ? അപ്പോ ഇവിടെ നമുക്ക് ആ മെയിലിന് ഇത് ഏത് ആപ്ലിക്കേഷനിലാണ് സാർ നിൽക്കുന്നത്? ഈ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇതിന്റെ സൈറ്റ് അഡ്രസ് app.rightmail.ai rightmail.ai. അപ്പൊ ഇവിടെ നമുക്ക് ഈ ആപ്ലിക്കേഷനില് ഒരു സംശയം, നേരത്തെ ആപ്പും ഈ ആപ്പും തമ്മിൽ എന്താണ് വ്യത്യാസം, എന്താണ് പ്രത്യേകത? അതെ, ഞാൻ നേരത്തെ കാണിച്ച ആപ്ലിക്കേഷൻ നമുക്കിത് ഇമെയില് ഫ്രീ ആയിട്ടൊക്കെ മെയിൽ തയ്യാറാക്കാനുള്ള ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട്. ഞാൻ വളരെ ഈസിയായി ചെയ്യാൻ പറ്റുന്നതും ഫ്രീ ആയി ചെയ്യാൻ പറ്റുന്നതുമായ ഒരു മെയിലാണ് ഞാൻ ആദ്യം കാണിച്ചത്. അത് കുറച്ച് എളുപ്പത്തിൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അതിനകത്ത് വേറെ സങ്കീർണതകളൊന്നുമില്ല, വളരെ വേഗത്തിൽ മനസ്സിലാവുന്നതാണ്. ആദ്യം അതൊന്ന് ചെയ്ത് നോക്കുക. ഞാൻ ഇപ്പൊ വന്നത് കുറച്ചുകൂടി അഡ്വാൻസ് ഫീച്ചർ ഉള്ള ഒരു ആപ്ലിക്കേഷനിലാണ് ഇപ്പൊ വന്നത്. നേരത്തേതിനേക്കാളും കുറച്ചുകൂടെ മെച്ചപ്പെട്ടതെന്നാണ് ഇതിന്റെ അർത്ഥം. രണ്ടും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ ഇത് മെയിൽ ജനറേറ്റ് ചെയ്ത് തരും, മെയിലിന് മറുപടി തരും. നേരത്തെ ഉള്ളതിൽ നിന്ന് അല്പ വ്യത്യാസം എന്ന് പറയുന്നത് ഇത് കുറച്ചുകൂടി മെച്ചപ്പെട്ടതും കുറച്ചുകൂടി ഓപ്ഷൻസ് കൂടിയതുമാണ്, അല്ലെ? അങ്ങനെയാണല്ലോ നമ്മൾ ഒന്നായിട്ട് നമ്മള് നേരണമല്ലോ. ഓക്കെ, ഓക്കെ. അപ്പോ ഞാനിപ്പോ നിൽക്കുന്ന app.rightmail.ai. ഇവിടെ നമ്മളൊരു മെയിലിന് റിപ്ലൈ കൊടുക്കുകയാണ്. അപ്പൊ ഇവിടെ നമുക്ക് കമ്പോസ് എ ന്യൂ മെയിൽ കാണുന്നു, അടുത്ത റൈറ്റ് റിപ്ലൈ അത് കാണുന്നു. അപ്പൊ ഇവിടെ നമുക്ക് നമ്മൾ നോക്കാം. നമ്മുടെ ശാന്തിഗ്രാം നമ്മൾ റിപ്ലൈ കൊടുക്കുന്ന ആള് ബൈജു. നമ്മൾ ബൈജുവിന്റെ കത്ത് നമ്മളിവിടെ പേസ്റ്റ് ചെയ്തു. ഇനി നമ്മളെ റിപ്ലൈ എന്ന് പറയുന്നത് റിജക്റ്റ് എന്ന് പറയുന്ന ഒറ്റ വാക്ക് കൊടുക്കുകയാണ്, റിജക്റ്റ്. ഇവിടെ നമ്മൾ കൊടുക്കുന്ന കത്ത് അല്പ ദേഷ്യത്തിൽ കൊടുക്കാം, മീഡിയം കൊടുക്കാം, അങ്ങനെ പല രീതി പ്രൊഫഷണൽ ആയിട്ട് കൊടുക്കാം. അത് അവിടെ കാണും തൊട്ട് താഴെ. പ്രൊഫഷണൽ ആണ്, ആംഗ്രി ആണ്, മീഡിയം ആണ്. ഇനി ബിൽ ഗേറ്റ്സ് എഴുതുന്ന രീതിയിൽ വേണമെങ്കിലും കൊടുക്കാം. അതാണ് ബിൽ ഗേറ്റ്സ്. ഏത് ശൈലി വേണമെന്നാണ് നമ്മൾ താഴെ കൊടുക്കുന്നത്. അത് ഇംഗ്ലീഷ് ആണ്. ഇവിടെ കുറെ ഭാഷകളുണ്ട്. ഇമോജീസ് വേണമെങ്കിൽ ഇമോജീസ് കൊടുക്കാം. ഇവിടെ അപ്പൊ നമ്മളിവിടെ ആംഗ്രി നമ്മളൊന്ന് സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്ത് കഴിയുമ്പോ ഇവിടെ വീണ്ടും റൈറ്റ് എന്നുള്ള ഭാഗത്ത് നമ്മൾ എന്താണ് ഒരു ശൈലി വിറ്റി യുവർ സെൽഫ് കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇത് പ്രൊഫഷണൽ ആണോ, കാഷ്വൽ ആണോ, ഹ്യൂമറസ് ആണോ എന്ന് ചോദിക്കുന്നത്. നമുക്കൊരു റിജക്റ്റ് ലെറ്റർ ഹ്യൂമറസ് ആയിട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ, കാഷ്വൽ ആയിട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ പ്രൊഫഷണൽ ഇവിടെ സെലക്ട് ചെയ്യുന്നു. ഇനി മൂഡ് നമ്മൾ ആംഗിന് നേരത്തെ ഈ നമ്മൾ കൊടുക്കുന്ന ലെറ്റർ മീഡിയം വേണോ, ലെന്തി വേണോ, ആട്ടോ വേണോ, ഷോർട്ട് വേണോ? നമുക്ക് ശകലം ലോങ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ, ലോങ് കൊടുത്തു. ഇനി ലാംഗ്വേജ് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. ഇംഗ്ലീഷ്. ഇമോജീസ് നമുക്ക് വേണ്ട.
റൈറ്റ് റിപ്ലൈ, നമ്മൾ ആ റൈറ്റ് ഇമെയിൽ റിപ്ലൈ വിത്ത് AI കൊടുക്കുന്നു. അതാ ഒരു അതിനകത്ത് റിപ്ലൈ വന്നു, ശാന്തിഗ്രാമന്റെ ബൈജു ഐ ഹോപ്പ് യു റിജക്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു കത്ത്. നമ്മൾ എന്താ റിപ്ലൈ കൊടുക്കാൻ വേണ്ടി നമ്മൾ ചെയ്ത എന്ത് മാത്രമല്ല, അവൻ തന്ന കത്തിനെ നമ്മൾ കോപ്പി ചെയ്തു എന്ത് ചെയ്തു, റിജക്റ്റ് എന്ന് പറയുന്ന ഒരു വാക്ക് കൊടുത്തു. അപ്പൊ റിജക്ഷൻ വളരെ ദേഷ്യഭാവത്തിൽ എങ്ങനെയാണോ അവതരിപ്പിക്കാൻ പറ്റുന്ന ആ രീതിയിൽ അവതരിപ്പിക്കും. ഞാനിത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കൂടുതൽ സമയം നഷ്ടപ്പെടും. അതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല. നിങ്ങൾക്കത് കാണാം എന്ന് തോന്നുന്നു. കാണാമെന്നും അത്യാവശ്യം എഡിറ്റിംഗ് പറ്റുമോ സാറേ? ഈ തീർച്ചയായിട്ടും എഡിറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. നമുക്ക് വേണമെങ്കിൽ ഇതിനെ നമുക്ക് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ വെച്ച് എഡിറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഇത് മെയിൽ കമ്പോസ് ബോക്സിൽ നമ്മൾ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട രീതിയിൽ എഡിറ്റ് ചെയ്യാമല്ലോ, അല്ലേ? ശരി ശരി. ഓക്കെ, കോപ്പി ചെയ്യാൻ നമ്മൾ ഇവിടെ ഒന്നും ചെയ്യേണ്ടത്, ഇവിടെ ഈ കോപ്പി ബട്ടൺ ഉണ്ട്. ഈ കോപ്പി ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, അവിടെ എഡിറ്റ് ചെയ്യാം. ഇനി ഇവിടെ നിന്ന് തന്നെ നമുക്ക് മെയിലിലേക്ക് നമ്മൾ ജിമെയിലുമായിട്ട് ഇതിനെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് തന്നെ നമുക്ക് മെയിൽ ചെയ്യാനുള്ള സംവിധാനവും നമുക്ക് ഇതിനകത്ത് ഉണ്ടാക്കാം. വളരെ സുന്ദരമായ രീതിയിൽ നമുക്കിതിനെ മാറ്റാം. ഇനി നമുക്ക് ഈ മെയിലിനെ നമുക്ക് ഇവിടെ നിന്ന് ഇതിന്റെ മലയാളത്തിലൊന്ന് വായിക്കണമെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു, ഇപ്പൊ ഒരു ക്രോമിന്റെ തന്നെ ഒരു ഫീച്ചർ ഉണ്ട്. നമുക്ക് നമ്മുടെ ഏത് വെബ്സൈറ്റുകളും നമുക്ക് മലയാളത്തിൽ വായിക്കാൻ പറ്റുന്ന ഒരു ഫീച്ചർ ഉണ്ട്. അത് ഗൂഗിൾ ക്രോമിൽ ഉണ്ട്. അത് വെച്ചിട്ട് നമ്മൾ മലയാളം ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കത്ത് മലയാളത്തിൽ വായിക്കാം. അത് റൈറ്റ് ചെയ്ത സാധനം വായിക്കാൻ പ്രയാസമാണ്. അപ്പോ ഇത് നമ്മൾ ഉപയോഗിച്ചത് ഒരു റിപ്ലൈ ലെറ്റർ ആണ്. ഇത് വെച്ച് നമ്മൾ തയ്യാറാക്കിയത്. ഇനി നമുക്കൊരു ലെറ്റർ ആണ് കമ്പോസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ കമ്പോസ് ന്യൂ ഇമെയിൽ എന്ന് വെക്കുക. ഇത് നമുക്കൊരു നമുക്കൊരു കാര്യം, ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിൽ, ഒരു സർക്കാരിന്റെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിൽ ഒരു റൂം അവൈലബിലിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ അതിനകത്തൊരു റൂം കിട്ടാൻ സാധ്യത ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മളൊരു ഔപചാരികമായ ഒരു കത്ത് നമ്മൾ കൊടുക്കണമെങ്കിൽ, ഞാനൊരു ഉദാഹരണം പറയാം. നമ്മളിവിടെ തിരുവനന്തപുരത്ത് ട്രിഡ ഡയറക്ടർ പോസ്റ്റ് ഉണ്ടോ എന്തോ, പേര് വിജയൻ സാർ. തിരിച്ചല്ലേ സാർ? റിസീവർ അല്ലേ ഡയറക്ടർ? നമ്മളല്ലേ യുവർ നെയിം, ഇപ്പൊ നമ്മുടെ പേര് തിരിഞ്ഞു പോയില്ലേ സാറ്? സാർ എന്താ ചോദിച്ചത്? യുവർ നെയിം. നമ്മൾ അതെ റിസീവർ. യുവർ നെയിം നമ്മുടെ പേരാ വേണ്ടത്. ശരി, കറക്റ്റ്. ഇനി നമുക്ക് അതിന്റെ ഒരു കത്തിന് വേണ്ടിയിട്ടുള്ള ഒരു, അതിന് പ്രോംപ്റ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. ആ ഒരു പ്രോംപ്റ്റ് നമ്മൾ കൊടുക്കുക. or rent a shop room, Palayam complex, my name Shankar. അവിടെ ഇട്ടിരിക്കുന്നത് ശങ്കർ എന്നാണ്. ശങ്കർ. അഡ്രസ് ABCD തിരുമല, തിരുവനന്തപുരം, ഷോപ്പ് ഫോർ ഫാൻസി സ്റ്റോർ. അതായത് വളരെ വേഗമായിട്ട്, വളരെ കൺഫ്യൂഷൻ ആയിട്ട് നമുക്ക് മനസ്സിൽ തോന്നുന്ന രീതിയിൽ ഒന്ന് എഴുതിയാൽ മതി. അതെല്ലാം നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണ് എന്ന് AI മനസ്സിലാക്കി നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്ന ആ രീതിയിൽ AI കറക്റ്റ് ചെയ്ത് തരികയും. ഇതിപ്പോൾ പ്രൊഫഷണൽ ആംഗിൾ വേണ്ട, അതിനകത്ത് എന്താ വേണ്ടത്? നമുക്കിവിടെ യുവർ സെൽഫ് പ്രൊഫഷണൽ ആണോ, കേഷൽ ആണോ? പ്രൊഫഷണൽ തന്നെ ഇരുന്നിട്ട് ഹാപ്പി, കണ്ടന്റ്, സാഡ്, കണ്ടന്റഡ് ആയിരിക്കട്ടെ. ലോങ് തന്നെ, ഭാഷ ഇംഗ്ലീഷ്, ഇമോജീസ് വേണ്ട. റൈറ്റ് ഇമെയിൽ വിത്ത് AI.
12-13 സെക്കൻഡ് ആയതാ ഒരു സുന്ദരമായ ഒരു മെയില്. ഡിയർ ഡയറക്ടർ, ഐ ആം റൈറ്റിംഗ് ടു എക്സ്പ്രസ് മൈ ഇൻട്രസ്റ്റ് ഇൻ റെന്റിംഗ് ദ ഷോപ്പ് റൂം അറ്റ് പാളയം കോംപ്ലക്സ്. ഈ പാളയം എന്ന് പറയുന്ന സാധനം നമ്മൾ കൊടുത്ത ഈ ഇതിനകത്ത് വന്നിട്ടുണ്ടോ? പാളയം വന്നിട്ടുണ്ട്. പാളയം കോംപ്ലക്സ് ആൻഡ് സ്ട്രാറ്റജിക് ലൊക്കേഷൻ അതിനകത്ത് പറഞ്ഞ് നമ്മൾ ആ ഒരു കത്ത് നിങ്ങൾ നോക്ക്, എത്ര വേഗമായിട്ട് അലസമായിട്ട് നമ്മൾ കൊടുത്ത ഒരു വാക്കുകളെ വെച്ചുകൊണ്ട് വളരെ സുന്ദരമായ ഒരു മെയില് ആര് തയ്യാറാക്കി തന്നു? rightmail.ai. rightmail.ai നമുക്ക് തയ്യാറാക്കി തന്നു. വളരെ സിമ്പിൾ ആണ്, ഒരു പൈസയും നമുക്ക് ചെലവില്ല. നമ്മൾ എന്തുമാത്രം സമയം ലാഭിക്കും. നിങ്ങൾ എന്ത് ആവശ്യവും, നമുക്ക് ഒരുപാട് ആവശ്യമുണ്ട്, പല ആവശ്യങ്ങളുണ്ട്. ഇത് നമുക്ക് ഈ മെയില് തയ്യാറാക്കിയിട്ട് പിന്നെ ജിമെയിലിൽ തന്നെ കൊടുക്കണമെന്നില്ല, വാട്സാപ്പിലും കൊടുക്കാം, പ്രിന്റ് എടുക്കാം, ഒരു രജിസ്റ്റേർഡ് കത്തിന് വേണമെങ്കിൽ ഇത് ചെയ്യാം. ആ രീതിയിലൊക്കെ നമുക്ക് ഈ ആപ്ലിക്കേഷൻ നമുക്ക് വിനിയോഗിക്കാം. ഓക്കെ ഓക്കെ, ഇഷ്ടപ്പെട്ടോ? ഓക്കെ, ഇഷ്ടപ്പെട്ടു. ഇനി റൈറ്റ് ഇമെയിൽ എന്നാണ്. ഇനി നമ്മള് അത് ഞാനൊന്ന് പറയാം. അതൊന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ധാരാളം സമയവും സ്റ്റെപ്പും ഒക്കെ എടുക്കും. നമുക്ക് 1000 മെയിൽ നമുക്ക് അയക്കണം. ഒരു ക്ലിക്കില് 1000 മെയിൽ നമുക്ക് ഇമെയിൽ ഉപയോഗിച്ച് നമുക്ക് കാര്യങ്ങൾ മാർക്കറ്റ് ചെയ്യാം. അപ്പൊ മെയിൽ അഡ്രസ്സുകളുടെ ഡാറ്റാബേസ് ഒക്കെ ചിലപ്പോൾ നമുക്ക് ഉണ്ടായിരിക്കും. എന്തെങ്കിലും ഔദ്യോഗിക ബിസിനസ് ആവശ്യം, നിങ്ങളൊരു ഷോപ്പ് നടത്തുകയാണെങ്കിൽ അവരുടെ എല്ലാ ആൾക്കാരുടെ ഇമെയില് നമ്മൾ കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഒരു ഓഫർ ഒരു 1000-2000 മെയിലുകളെ അയക്കാൻ നമുക്ക് കഴിയും. അങ്ങനെ കഴിയുന്നതിന് വേണ്ടിയിട്ട് mailmodo.com എന്ന് പറയുന്ന ഒരു AI ആപ്ലിക്കേഷൻ, mailmodo.com. അതിൽ നമ്മൾ AI-യുടെ സഹായത്തോടു കൂടി തന്നെ ഒരു ഇമെയിൽ ജനറേറ്റ് ചെയ്യുന്നു. വേണമെങ്കിൽ അതിനകത്ത് പടമൊക്കെ വെച്ചിട്ട് അതിനെ മനോഹരമാക്കാം, കമ്പോസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് മെയിൽമോഡോയില് നമുക്ക് നമ്മുടെ ആ ഡാറ്റാബേസ് ഒരു ഗൂഗിളിന്റെ ഒരു ഗൂഗിൾ ഷീറ്റ് ഉണ്ടല്ലോ, ഗൂഗിളിന്റെ എക്സൽ സമാനമായ ഒരു ഗൂഗിൾ ഷീറ്റ്. ആ ഗൂഗിൾ ഷീറ്റില് നമ്മുടെ ഇമെയിൽ അഡ്രസ്സുകളെല്ലാം സേവ് ചെയ്യുക. സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് മെയിൽമോഡോയിൽ നിന്ന് ഒരൊറ്റ ക്ലിക്ക് കൊടുക്കുമ്പോൾ തന്നെ 1000-2000 മെയിലുകൾ, നമ്മൾ ആഗ്രഹിക്കുന്ന മെയിലുകൾ ഇത്രയും ആൾക്കാരുടെ അടുത്തേക്ക് വളരെ വേഗത്തിൽ നമുക്ക് എത്തും. മെയിൽമോഡോ അത് ഫ്രീ ഉണ്ട്, പിന്നെ പ്രൊഫഷണൽ വെർഷൻ ഉണ്ട്. ഒരു ദിവസം 50 മെയിലുകൾ 500 മെയിലുകൾ നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം. അതിൽ കൂടുതൽ വേണമെങ്കിൽ നമ്മൾ അതിന് പേയ്മെന്റ് ചെയ്യേണ്ടി വരും. മെയിൽമോഡോ അതൊന്ന് നോക്കുക. കൂടുതൽ ആണെങ്കിലും മെയിൽമോഡോ ആണോ മോഡലാണോ? മെയിൽമോഡോ ഞാൻ സ്പെല്ലിംഗ് പറയാം, മോഡൽ അല്ല, mailmodo.com. അത് AI ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അല്പ സാങ്കേതിക പരിജ്ഞാനം, നമ്മുടെ AI കോഴ്സിലൊക്കെ നമ്മളത് പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ള പരിജ്ഞാനത്തിലൂടെ മാത്രമേ വേണം. അല്പസമയം എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യത്തെ അത് ലോഗിൻ ചെയ്യാൻ, അത് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി അല്പ സമയം എടുക്കും. സമയം എന്ന് വെച്ചാൽ ഒരു 6-7 മിനിറ്റ് ഉള്ള സമയം എടുക്കുള്ളൂ. അത്രയും സമയം കൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത്. അപ്പോ ഞാൻ ഈ പറഞ്ഞ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് പറയുന്നു. വളരെ സിമ്പിൾ ആണ്. 2 വെബ്സൈറ്റുകളുടെ സഹായത്തോടു കൂടി നമുക്കിത് ചെയ്യാൻ പറ്റും. ഇനി നമ്മുടെ ജിമെയിലിലേക്ക് ഞാൻ വീണ്ടും പോവുകയാണ്. ഓക്കെ, ഇതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കൂ. ഞാൻ ഇനി നമ്മൾ ആ റൈറ്റ് മെയിലും അത് 2 നമ്മളിലേക്ക് തിരിച്ചു വരില്ല. എന്തെങ്കിലും സംശയം ഉണ്ടോ? ആപ്പിന്റെ നെയിമുകൾ ഉണ്ടല്ലോ, ആ 2 നെയിമുകൾ എഴുതി കാണിച്ചായിരുന്നു. ഇങ്ങനെ അതിന്റെ അഡ്രസ് അതുപോലെ ആപ്പ് rightmail.com അതാ ഒന്ന് എഴുതി കാണിക്കുകയാണെങ്കിൽ ഇതിന്റെ സ്പെല്ലിംഗ് കറക്റ്റ് ആയിട്ട് കിട്ടുമായിരുന്നു. ഞാനത് പറയാം.
പറഞ്ഞാൽ മതി. സ്ക്രിപ്പ് SCRIP scriptai.com എല്ലാം ചെറിയ AI.com. എല്ലാം ചെറിയ ഇനി നമ്മൾ ഇത്രയേ ഉള്ളൂ. സ്ക്രിപ്റ്റ് AI. നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട, ഇതൊന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആപ്ലിക്കേഷൻ ഒന്നുമല്ല. നിങ്ങൾ ഗൂഗിള് സെർച്ച് ചെയ്യുന്നത് പോലെ ഗൂഗിളിൽ പോകില്ലേ, ഗൂഗിള് പോലെ നിങ്ങൾ പോകാൻ പറ്റുന്ന ഒരു സാധനമാണ് സ്ക്രിപ്പ് AI.com. ഓക്കെ, അതില് നിങ്ങൾ റൈറ്റ് മെയിൽ എന്ന് പറയുന്ന സാധനം, അതിനകത്ത് ഇമെയിലിന് സബ്ജക്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉണ്ട്, ഇമെയിൽ റിപ്ലൈ ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. അത് കഴിഞ്ഞ് ഇപ്പൊ ഞാൻ നോക്കിയത് rightmail.ai. rightmail.ai. mail.ai. ഓക്കെ, ഞാനിനി വീണ്ടും ജിമെയിലിലേക്ക് ഒന്ന് പോവുകയാണ്. സാറേ ഒരു ഡൗട്ട്, വാട്ട് ഇസ് mail.modo.com? അത് എന്തിനുള്ളതാണ്? അത് ഒരു ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ജിമെയിൽ ജനറേറ്റർ ആണ്. അത് നമുക്ക് അതിൽ നിന്ന് ബൾക്ക് മെയിലുകൾ, പ്രധാനമായിട്ടും ബൾക്ക് മെയിലുകൾ അയക്കാൻ, ആയിരക്കണക്കിന് മെയിലുകളൊക്കെ അയക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് അത്. നമ്മൾ ജിമെയിലിലെ ഗൂഗിൾ ഷീറ്റ് എന്ന് പറയുന്ന എക്സൽ പോലുള്ള ഷീറ്റിനകത്ത് അത്രയും മെയിൽ ഐഡികൾ നമ്മൾ ശേഖരിച്ച് വെച്ചിട്ട് അതിൽ നിന്ന് നമുക്ക് അയക്കാൻ പറ്റും. ഓക്കെ, സാധാരണ ഒരു എക്സൽ ഷീറ്റ് സേവ് ചെയ്താൽ മതിയോ സാറേ? പറ്റില്ല. ഗൂഗിൾ ഷീറ്റ് സാധാരണ എക്സൽ ഷീറ്റിൽ നിന്ന് ലിങ്ക് നമുക്ക് കൊടുക്കണം. അതായത് നമ്മൾ ഗൂഗിൾ ഷീറ്റിന്റെ ലിങ്ക് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ അത് പോകുള്ളൂ. എക്സൽ ഷീറ്റിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ലിങ്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. എക്സൽ ഷീറ്റിന് ലിങ്ക് നമുക്ക് കൊടുക്കാൻ പ്രയാസമാണ്. ഓക്കെ, ഗൂഗിൾ ഷീറ്റ് തന്നെ ചെയ്യണം. ഗൂഗിൾ ഷീറ്റ് ഉണ്ടെങ്കിൽ അത് അത്രയും ഒരു പ്രൊഫഷണൽ ആവശ്യത്തിന് വേണ്ടി മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ബിസിനസ് പരമായ ആവശ്യങ്ങൾ, അതായത് ആയിരക്കണക്കിന് മെയിലുകൾ നിരന്തരം അയക്കുന്ന ചില സ്ഥാപനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു കാര്യമാണ്. അത് സാധാരണ ആൾക്കാർക്ക് അത്യാവശ്യമുള്ള കാര്യമല്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പോകാത്തത്. ഓക്കെ, വേറെ എന്തോ ചോദിക്കുന്നല്ലോ ഷീന KP? ചോദിച്ചില്ല. ഓക്കെ, ഞാനിപ്പോ വന്നത് നമുക്ക് ഈ ജിമെയിലിലെ കമ്പോസിൽ തന്നെ സ്മാർട്ട് കമ്പോസർ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. സ്മാർട്ട് കമ്പോസർ. അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം കൂടെ ഒന്ന് പറയാം. നമുക്ക് ധാരാളം മെയില് കിട്ടാറുണ്ട്. അപ്പൊ ഈ മെയില് കിട്ടുമ്പോൾ ഈ മെയിലുകളെ നമുക്ക് മലയാളം നമുക്ക് ചില പ്രൊമോഷൻ ലെറ്റർ ഒക്കെ വരാറുണ്ട്. അപ്പൊ ഈ പ്രൊമോഷൻ ലെറ്റർ ഒക്കെ നമുക്ക് മലയാളത്തിലൊക്കെ വായിക്കണമെങ്കിൽ ഇതിനകത്ത് ട്രാൻസ്ലേറ്റർ ഇവിടെ നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് കാണാം. നമുക്ക് തന്നെ ഗൂഗിളിന്റെ ട്രാൻസ്ലേറ്റർ ഉണ്ട്, ക്രോമിൽ തന്നെ ഒരു ട്രാൻസ്ലേറ്റർ ഉണ്ട്. ഈ ട്രാൻസ്ലേറ്ററിൽ വെച്ചിട്ട് നമ്മൾ മലയാളം നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മെയില് ഇംഗ്ലീഷിൽ വരുന്ന മെയില് നമുക്ക് മലയാളത്തിൽ നമുക്ക് വായിക്കാം. അതായത് നമുക്ക് കിട്ടുന്ന മെയില് ഏത് ഭാഷയിലായാലും നമുക്ക് കിട്ടുന്ന, ചിലപ്പോ തമിഴ് ഭാഷയിൽ കിട്ടുന്ന ഒരു മെയിൽ നമുക്ക് മലയാളത്തിൽ വായിക്കണമെങ്കിൽ വളരെ സിമ്പിൾ ആണ്. ഏത് വെബ്സൈറ്റിൽ തന്നെ നമുക്ക് മലയാളത്തിൽ തന്നെ വായിക്കണമെങ്കിൽ വളരെ ലളിതമായി നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ അഡ്രസ് ബാറിനോട് ചേർന്നുള്ള ഒരു 3 ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ട്രാൻസ്ലേറ്ററിൽ ഉണ്ട്, താഴോട്ട് വരുമ്പോൾ ട്രാൻസ്ലേറ്റർ ഉണ്ട്. ആ ട്രാൻസ്ലേറ്ററിൽ എന്നുള്ളത് കാണുന്നുണ്ടോ? ട്രാൻസ്ലേറ്റർ ക്ലിക്ക് ചെയ്യുക, അവിടെ നിന്ന് നമ്മൾ മലയാളം സെലക്ട് ചെയ്യുക. ഇനി നമുക്ക് ഇംഗ്ലീഷിലേക്ക് മാറ്റണമെങ്കിൽ അത് ഒറ്റ ക്ലിക്കിൽ വളരെ വേഗത്തിൽ നമ്മൾ ഇംഗ്ലീഷ് വന്നു. ഇത് മലയാളത്തിലാണ് നമ്മൾ വായിക്കുന്നതെങ്കിൽ
നമുക്ക് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾക്ക് മലയാളത്തിൽ വായിക്കുന്നതിനേക്കാൾ കുറച്ചൊരു ഇംഗ്ലീഷിൽ വായിക്കാനാണ് ഇഷ്ടമെങ്കിൽ ഒരു ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്റ്റെപ്പിൽ തന്നെ ഇത് ഇംഗ്ലീഷ് കണ്ടിരുന്നില്ലേ? മനസ്സിലായോ? ഹലോ, കാണാൻ പറ്റുന്നുണ്ട്. കണ്ടു. അതായത് ഹലോ, ട്രാൻസ്ലേറ്റർ ഇവിടെ ഏത് വലിയ സൈഡ് മുകളിലുള്ള ആ ട്രാൻസ്ലേറ്റർ ഒന്നും ഇതിനകത്ത് ട്രാൻസ്ലേറ്ററിന്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. ഒരു ട്രാൻസ്ലേറ്ററിന്റെ ആവശ്യമില്ല. നിങ്ങൾ ഗൂഗിൾ ക്രോമിൽ പോയി അതിന്റെ അഡ്രസ്, നമ്മുടെ വെബ്സൈറ്റ് അഡ്രസ് ഒക്കെ അടിച്ചു കൊടുക്കുന്ന ആ ബാറ് എൻഡ് ചെയ്യുന്നിടത്ത് നിങ്ങളുടെ ലോഗിന്റെ ചിഹ്നമൊക്കെ കാണും. അതിനോട് ചേർന്നൊരു 3 കുത്ത് കാണും. ആ കുത്തിൽ ആ മെനുവില് 3 കുത്തിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ താഴെ ഒരു ഡയലോഗ് ബോക്സ് വരും. താഴെ ട്രാൻസ്ലേറ്റ് എന്ന് പറയുന്ന ഒരു ഭാഗം വരും. ആ ട്രാൻസ്ലേറ്റർ എന്ന് വരുമ്പോൾ നമുക്ക് ഭാഷ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന വേറൊരു ഡയലോഗ് ബോക്സ് വരും. ആ ഡയലോഗ് ബോക്സിൽ നമ്മൾ മലയാളം സെലക്ട് ചെയ്യുന്നു. ശരി. ഇപ്പോ മലയാളം ആയില്ലേ? മനസ്സിലായില്ല? ഓക്കെ. ഇപ്പൊ നിങ്ങൾ ഞാനതിപ്പോ സെലക്ട് ചെയ്തില്ല. ഞാനിപ്പോ സെലക്ട് ചെയ്തത് എന്റെ വേറൊരു ജിമെയിലാണ് സെലക്ട് ചെയ്തത്. അതുകൊണ്ടാണ് നിങ്ങൾക്കത് ഞാൻ ഇപ്പൊ കാണാത്തത്. ഓക്കെ. ഷെരീഫാണേ, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു സാർ. ഞാൻ ഇപ്പൊ എത്തിയതേ ഉള്ളൂ. അയ്യോ മാഡം, ഞാൻ ഗ്രൂപ്പിലിടാം, വീഡിയോ ഗ്രൂപ്പിലിടാം, അതിൽ നോക്കുക. ഓക്കെ അതിൽ നോക്കുക. പിന്നെ ഒന്ന് നമുക്കൊരു നമുക്ക് സർ എക്സ്ക്യൂസ് മീ, എനിക്ക് വേറൊരു ക്ലാസ് ഉണ്ട് സർ, ഞാനൊന്ന് പോയിക്കോട്ടെ. ഓക്കെ. നമസ്കാരം സർ. നമസ്കാരം. ഓക്കെ. അപ്പോ ഞാൻ അടുത്ത ഭാഗത്തേക്ക് കിടക്കുകയാണേ. ഓക്കെ. ഇനി നമുക്ക് ഇത് ഒരു സ്മാർട്ട് റിപ്ലൈ എഐയുടെ സഹായത്തോടു കൂടി തന്നെ നമുക്ക് വരുന്ന മെയിലുകളെ റീഡ് ചെയ്തിട്ട് ക്വിക്ക് ആയിട്ടുള്ള റിപ്ലൈ, ഒരു സ്മാർട്ട് റിപ്ലൈ കൊടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ നിങ്ങളുടെ ഇമെയിലിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അതിനു വേണ്ടി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെറ്റിംഗ്സിൽ പോവുക. സോറി, സാർ ഒന്നുകൂടി പറയൂ. അത് എന്തേ ഞാൻ പറഞ്ഞ അതായത് നമുക്ക് വരുന്ന മെയില് AI വായിച്ചിട്ട് ഒറ്റ വാക്കിൽ ഒരു സ്മാർട്ട് ലെറ്റർ, അതിപ്പോ നിങ്ങളോട് ഒന്ന് ആവശ്യപ്പെടുകയാണ്, ഇന്ന ദിവസം ഒരു പ്രോഗ്രാം ഉണ്ട്, ഈ പ്രോഗ്രാമിന്റെ നോട്ടീസ് നിങ്ങൾക്ക് അയച്ചു തരുന്നു. നിങ്ങൾക്ക് ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഓക്കെ, ഐ വിൽ ജോയിൻ ദ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണും. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ അത് അങ്ങനെയുള്ള 2-3 വരികളിൽ അല്ലെങ്കിൽ ഉള്ള ഒരു ഓപ്ഷൻ അതിനകത്ത് തരും, ഒരു സ്മാർട്ട് റിപ്ലൈ തരും. ഉടൻ തന്നെ ആ സ്മാർട്ട് റിപ്ലൈ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾക്ക് ആ മെയിൽ അയച്ചു തന്ന ആളുടെ ആ റിപ്ലൈ എത്തും. അങ്ങനെ സ്മാർട്ട് റിപ്ലൈ നിങ്ങളുടെ ഇമെയിലില് സെറ്റ് ചെയ്യാൻ വേണ്ടി കമ്പോസ് മെയിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. സെറ്റിംഗ്സിൽ പോകുന്നു. സെറ്റിംഗ്സിൽ പോയിട്ട് ആൾ സെറ്റിംഗ്സ് നോക്കുക. ആൾ സെറ്റിംഗ്സ്. ഈ ആൾ സെറ്റിംഗ്സിൽ പോയി താഴോട്ട് വരുമ്പോ ഗ്രാമർ സജഷൻ, ഗ്രാമർ സ്പെൽ സജഷൻ ഒക്കെ കാണുന്നു. ആട്ടോ കറക്റ്റ് കാണുന്നു. ഇതൊക്കെ ഓൺ ആക്കി വെക്കുക. ആട്ടോ റൈറ്റ് സജഷൻ വരുന്നു. പേഴ്സണലൈസ് കോൺവെർസേഷൻ വ്യൂ വരുന്നു. സജസ്റ്റ് ഇവിടെ വരുമ്പോ താഴോട്ട് വരുമ്പോ സ്മാർട്ട് റിപ്ലൈ ഓൺ, അത് ഓൺ ആക്കി വെക്കുക. ഇതിപ്പോ നിങ്ങളെ ചിലപ്പോൾ ഓഫ് ആയിട്ടായിരിക്കും ധരിക്കുന്നത്, അതിനെ ഓൺ ആക്കുക. ഓൺ ആക്കിയിട്ട് സേവ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ സ്മാർട്ടിലേക്ക് ഒറ്റ വരിയിൽ തന്നെ ഒരു മെയിൽ വരുമ്പോൾ ഒറ്റ വരിയിൽ തന്നെ ഒറ്റ വരിയിലോ അല്ലെങ്കിൽ ഒരു സെന്റൻസോ ഒരു വാക്കോ ആയിരിക്കും ആ സ്മാർട്ട് റിപ്ലൈ വരുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ മെയിൽ ചെയ്യേണ്ടി വരും. ആ സ്മാർട്ട് റിപ്ലൈ നിങ്ങൾക്ക് ഈ രീതിയിൽ ചെയ്യാൻ ഒരു ജിമെയിലിലെ ഒരു AI ആപ്ലിക്കേഷൻ ആണ്
സ്മാർട്ട് റിപ്ലൈ. ഒരു സംശയം, അതില് സ്മാർട്ട് റിപ്ലൈയില് എന്താ ഒരു റിപ്ലൈ അടിച്ചു വെക്കണ്ടേ? യെസ് റിപ്ലൈ അല്ല, അവിടെയാണ് AI സഹായിക്കുന്നത്. നമ്മൾ റിപ്ലൈ അടിച്ചൊന്നും വെക്കണ്ട. നിങ്ങൾക്ക് തരുന്ന ഒരു മെയില് അത് AI വായിക്കും. AI വായിച്ചിട്ട് അതിന് കൊടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ പറ്റുന്ന റിപ്ലൈ അത് തന്നെ തയ്യാറാക്കി തരും. നമ്മൾ കാണുന്നില്ല, അത് ഓട്ടോമാറ്റിക്കായിട്ട് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതെ, അല്ല, നിങ്ങൾ അയച്ചു കൊടുക്കും. നിങ്ങൾ ചൂസ് ചെയ്യണം. നിങ്ങളുടെ ജോലി എന്ന് പറയുന്നത് അതിൽ ഏത് ആണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. നിങ്ങൾ പറയാ നിങ്ങൾക്ക് ഒരു പ്രോഗ്രാമിന്റെ നോട്ടീസാണ് വരുന്നത്. ആ പ്രോഗ്രാമിന്റെ നോട്ടീസിൽ ഞാൻ തീർച്ചയായിട്ടും പങ്കെടുക്കും. എനിക്ക് എനിക്ക് പങ്കെടുക്കാൻ പറ്റുന്നില്ല, എനിക്ക് പങ്കെടുക്കാൻ കഴിയില്ല. ഈ 3 റിപ്ലൈ ആയിരിക്കും വരുന്നത്. ഞാൻ തീർച്ചയായും പങ്കെടുക്കുമെന്ന അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് അവിടെ എത്തും, അയച്ചെത്തും. ഈ ചോയ്സ് നമ്മളെ കാണിക്കും, നമ്മൾ സെലക്ട് ചെയ്യണം. ചോയ്സ് നിങ്ങളെ കാണിക്കും. ആ ചോയ്സിൽ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പരമാവധി ചോയ്സുകൾ നിങ്ങൾ കാണിക്കും. ആ ചോയ്സ് നിങ്ങൾ കൊടുക്കുക. ഈ റിപ്ലൈ തയ്യാറാക്കുന്ന AI ആണ്, നിങ്ങളല്ല തയ്യാറാക്കുന്നത്. നിങ്ങൾ അയക്കുന്ന മെയിലില് നിങ്ങളെ തീരുമാനം പറഞ്ഞാൽ മതി. നിങ്ങളുടെ തീരുമാനം പറഞ്ഞാൽ മതി. ഇത്രയേ ഉള്ളൂ, നിങ്ങളുടെ തീരുമാനം പറഞ്ഞാൽ മതി. ഓക്കെ, ശരി. ഓക്കെ. അപ്പോ ഇതാണ് നമുക്ക് ഇതിനകത്തുള്ള സ്മാർട്ട് റിപ്ലൈ, ഒരു AI സാധ്യതയാണ്. ഇനി കമ്പോസ് മെയിലിൽ തന്നെ നമ്മൾ നേരത്തെ എന്താ ചെയ്തത്? വേറൊരു എക്സ്റ്റേണൽ ആപ്ലിക്കേഷന്റെ സഹായം തേടിയാണ് നമ്മൾ മെയിൽ ചെയ്തത്. നമുക്ക് ഇവിടെ നിന്ന് തന്നെ AI ആപ്ലിക്കേഷൻ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. ഈ ഇതിന്റെ ഒരു സെറ്റിംഗ്സ് ഉണ്ട്, ഇമെയിൽ ജനറേറ്റർ. അത് AI ഇമെയിൽ ജനറേറ്റർ ഇത് പ്ലഗ് ഇൻ ചെയ്യണം. ഈ പ്ലഗ് ഇൻ നമ്മുടെ ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് പഠിപ്പിക്കും. നമുക്ക് ഒരു 15-20 മിനിറ്റോളം അതിനകത്ത് സമയം വേണ്ടി വരും. അത് AI ഇമെയിൽ ജനറേറ്റർ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പോയ സ്ഥലത്തൊന്നും പോകണ്ട, ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഇമെയിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്കൊരു ലീവ് ആപ്ലിക്കേഷൻ ആണ് വേണ്ടതെങ്കിൽ നമ്മൾ ഇവിടെ നമ്മുടെ ലീവ് ആപ്ലിക്കേഷന്റെ ഒരു പ്രോംപ്റ്റ് ഇവിടെ കൊടുക്കുന്നു. മീഡിയം ആണോ ഷോർട്ട് ആണോ എന്ന് കൊടുക്കുന്നു. നമ്മളൊരു ലോങ് കൊടുക്കുന്നു. ജനറേറ്റ് ഡ്രാഫ്റ്റ് മെയിൽ. നമുക്ക് അവിടെ നിന്ന് തന്നെ, അതായത് നമ്മുടെ കമ്പോസ് ബോക്സിൽ തന്നെ ഇത് ജനറേറ്റ് ചെയ്ത് തന്നു. മനസ്സിലായോ? ഇത് കാണാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ. ഇത് നമ്മൾ വേറെ ഒരു സ്ഥലത്തും പോയില്ല. നമ്മുടെ നമ്മളൊരു മെയിൽ കമ്പോസ് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ AI ഉപയോഗിച്ച് നമ്മൾ മെയിൽ ജനറേറ്റ് ചെയ്തു. അപ്പൊ അത് നമ്മൾ പ്ലഗ് ഇൻ ചെയ്യണം. ഈ പ്ലഗ് ഇൻ ചെയ്യുന്ന ആപ്ലിക്കേഷനുകളൊക്കെ പെയ്ഡ് ആണ്. അതിനകത്ത് 10-15 ആപ്ലിക്കേഷനെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എന്താ, പ്ലഗ് ഇൻ ചെയ്യുന്ന വേറെ പല ആപ്ലിക്കേഷൻ ഉണ്ട്. ഇതിന്റെ കാലാവധി കഴിയുമ്പോൾ നമ്മൾ അതിനെ ഡിലീറ്റ് ചെയ്തിട്ട് പുതിയ ആപ്ലിക്കേഷൻ വെക്കും. നമ്മളിപ്പോ താരിഫ് കൂട്ടുമ്പോൾ, ഇപ്പൊ ജിയോ താരിഫ് കൂട്ടിയപ്പോൾ നമ്മൾ BSNL പോകുന്നല്ലോ. ഈ തന്ത്രം നമ്മൾ വളരെ പട്ടുപതിനെ നമ്മൾ ഉപയോഗിക്കുന്നതാണല്ലോ മൊബൈലിന്റെ ഒക്കെ കാര്യത്തിൽ. അതുപോലെ ഒരു സ്മാർട്ട് കമ്പോസർ AI നമ്മുടെ ജിമെയിലിനകത്ത് തന്നെ ഉണ്ട്. അത് വെച്ചുകൊണ്ട് വളരെ വേഗത്തിൽ നമുക്ക് ഈ മെയിലുകൾ നമുക്ക് കമ്പോസ് ചെയ്യാൻ പറ്റും. പ്ലഗ് ഇൻ ചെയ്യുന്നതെന്ന് പറയുന്നത് ആദ്യം സ്മാർട്ട് കമ്പോസറിന്റെ ആപ്ലിക്കേഷൻസ് ഉണ്ട്, പല ആപ്ലിക്കേഷനുണ്ട്. 4-5 ആപ്ലിക്കേഷനുകൾ നിങ്ങളെ പരിചയപ്പെടുത്തണം. അത് നമ്മുടെ ഇന്നത്തെ ഈ ക്ലാസ്സിന്റെ സമയ പരിമിതി കൊണ്ട് നമുക്ക് അത് പരിചയപ്പെടുത്താൻ കഴിയില്ല. ഇനി ഒരു കാര്യം കൂടെ നമുക്ക് പറയാനുണ്ട്. നമ്മുടെ ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് അതിനകത്ത് ഉണ്ട്. ഈ സ്മാർട്ട് കമ്പോസർ .ai എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനിൽ പോയി നിങ്ങളൊന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. സ്മാർട്ട് കമ്പോസർ, പലതരത്തിലുള്ള സ്മാർട്ട് കമ്പോസറുകളുണ്ട്. സ്മാർട്ട് കമ്പോസർ .ai AI എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഇതിനകത്ത് പ്ലഗ് ഇൻ ചെയ്യണം, നമ്മുടെ ജിമെയിലിൽ പ്ലഗ് ഇൻ ചെയ്യണം. അപ്പോ ഓക്കെ. അപ്പൊ ഇനി നമുക്ക് ഒരു
കത്ത് കിട്ടി, പ്രിന്റഡ് കത്ത് കിട്ടി. അതിന് നമുക്ക് മറുപടി അയക്കാൻ എന്ത് ചെയ്യണം? നമുക്കൊരു പ്രിന്റഡ് കത്താണ് കിട്ടിയത്. ആ പ്രിന്റഡ് കത്തിന് നമുക്ക് ഒരു മറുപടി കൊടുക്കണ്ടേ? എയുടെ സഹായത്തോടു കൂടി കൊടുക്കണ്ടേ? കൊടുക്കണം. അപ്പോ ഒരു കത്ത് കിട്ടിക്കഴിഞ്ഞാൽ അതിന് മറുപടി അയക്കാൻ നമുക്കൊരുപാട് AI ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഏറ്റവും സുപരിചിതമായ ഏറ്റവും എളുപ്പത്തിൽ കിട്ടുന്ന ഒരു AI ആപ്ലിക്കേഷനാണ് ജെമിനി. അപ്പൊ ജെമിനിയില് നമുക്ക് ഇവിടെ ഈ ജെമിനി എന്ന് പറയുന്ന ഒരു AI ആപ്ലിക്കേഷൻ ആണ്. ജെമിനിയെ അറിയാവുന്ന ആൾക്കാരുണ്ടാവും, ഉപയോഗിക്കുന്നവരൊക്കെ ഉണ്ടാവും. അവിടെ ജെമിനിയുടെ ഇതിന് ചാറ്റ് ബോട്ട് എന്നാണ് പറയുന്നത്. ഈ ചാറ്റ് ബോട്ടില് ഇവിടെ ഒരു അപ്ലോഡ് ഇമേജ് എന്ന് പറയുന്ന സാധനമുണ്ട്. നിങ്ങൾക്ക് കിട്ടിയ കത്തിന് സ്ക്രീൻ ഷെയറിംഗ് അല്ല. സോറി സ്ക്രീൻ ഷെയർ ചെയ്യില്ല. ഓ നമ്മളിപ്പോ നിൽക്കുന്ന ജെമിനി എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ്. ജെമിനി എന്ന ആപ്ലിക്കേഷനില് ഏറ്റവും ഗൂഗിളിന്റെ തന്നെ ഒരു AI ആപ്ലിക്കേഷനാണ് ജെമിനി. ജെമിനിയില് ഏറ്റവും താഴെ അതിനകത്ത് ചാറ്റ് ബോട്ട് എന്നാ പറയുന്നത്. ഈ ചാറ്റ് ബോട്ടില് ഒരു ഇമേജ് അപ്ലോഡ് ചെയ്യുന്ന ഒരു ബട്ടൺ ഉണ്ട്. അവിടെ ഒരു ഇമേജ് അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് കിട്ടിയ കത്ത് നമുക്ക് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാം. ഇത് നമുക്ക് ശാന്തി ഗ്രാമി വെങ്കടേഷ് സാറ് ചെയ്യുന്ന അദ്ദേഹം കിട്ടിയ ഒരു ലെറ്റർ ആണ്. ആ ലെറ്റർ എന്ന് പറയുന്ന അദ്ദേഹത്തിന് ഒരു പ്രോഗ്രാമിന് കിട്ടിയ ചെക്ക് എൻക്ലോസ് ചെയ്തുകൊണ്ടുള്ള ഒരു കത്താണ്. അപ്പോ അതിനൊരു ടാക്സ് ലെറ്റർ ആണ് നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടത്. അപ്പോ അതിനകത്ത് ജനറേറ്റ് റിപ്ലൈ നമ്മൾ കൊടുത്തു കഴിഞ്ഞ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതിപ്പോ നമ്മൾ കൊടുത്ത കത്താണ്. ആ കത്ത് എഴുതിയ കത്താണ്, നമ്മളത് ടൈപ്പ് ചെയ്തൊന്നും കൊടുത്തില്ല അല്ലേ? ആ കൊടുത്ത കത്തിന് അതുണ്ടാവും ഒരു മറുപടി, കൃത്യമായിട്ട് അതിനകത്ത് മറുപടി വരുന്നു അല്ലേ? ഡേറ്റ് 4000 രൂപ കിട്ടി. പ്രപ്പോസ് പ്ലീസ് അത് നമ്മൾ ആ ജനറേറ്റ് ചെയ്ത കത്തിന് മറുപടി AI തന്നെ തന്നു. അതായത് നമുക്കൊരു നിങ്ങളുടെ ഒരു ചെക്ക് കേസില് വക്കീൽ നോട്ടീസ് വന്നു. വക്കീൽ നോട്ടീസ് വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് കേസാക്കാൻ താല്പര്യമില്ല, ഒരു മാസത്തിനകത്ത് നിങ്ങൾ പൈസ തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഫോണില് നിങ്ങളിതൊക്കെ നിങ്ങളുടെ ഫോണിൽ തന്നെ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഫോണില് AI ആപ്ലിക്കേഷൻ ജെമിനിയിലും ചാറ്റ് GPTയിലും ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. അതിന്റെ ആപ്പ് ഉണ്ടെങ്കിൽ അതില് നിങ്ങളുടെ ഫോണിൽ തന്നെ ആ കത്തിന്റെ ഒരു ഫോട്ടോ എടുക്കുക, എന്നിട്ട് ജെമിനിയിൽ അപ്ലോഡ് ചെയ്യുക. നിങ്ങൾക്ക് മലയാളമാണ് അറിയാം, ഒരു മാസത്തെ സമയം തരണം, ഞാൻ പണം തിരിച്ചു തരാം എന്ന് പറഞ്ഞിട്ടൊരു ഇൻവെർട്ടഡ് കോമ ആക്കിയിട്ട് ജനറേറ്റ് ലെറ്റർ റിപ്ലൈ ലെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വായിച്ച് ഒരു അഡ്വക്കേറ്റ് തയ്യാറാക്കുന്നത് പോലെ അയാളുടെ മനസ്സിന് ഒരു അലിവ് വരുന്ന തരത്തില് ഒരു റിപ്ലൈ ആര് തയ്യാറാക്കി തരും? AI തയ്യാറാക്കി തരും. ഇതൊക്കെയാണ് നമുക്ക് ഈ കത്തുകൾ കത്തുകൾക്ക് മറുപടി അയക്കാനും കത്തുകൾ തയ്യാറാക്കാനും ഒക്കെ വളരെയധികം സമയം. നമുക്കിനി ഒരു കത്ത് ഇംഗ്ലീഷിൽ കിട്ടിയ കത്താണെങ്കിൽ എന്ത് ചെയ്യാം? നമ്മള് ജെമിനിയിൽ അപ്ലോഡ് ചെയ്തിട്ട് ട്രാൻസ്ലേറ്റ് ടു മലയാളം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരും. അത് മാത്രമല്ല, ആ ഒരു കത്ത് കിട്ടി ആകെ നിങ്ങൾ കൺഫ്യൂഷനാണ്. എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല, എന്താണ് ഇതിനകത്തുള്ള പരിഹാരം ഒന്ന് പറഞ്ഞു തരും എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിഹാരം പറഞ്ഞു തരും. അപ്പൊ കത്തുകളുമായി ബന്ധമുള്ള ഏത് പ്രശ്നങ്ങളും, ജീവിതത്തിലെ സകല മേഖലകളിലുള്ള പ്രശ്നങ്ങളും പരിഹരിക്കാനും നിർദ്ദേശിക്കാനും ഒക്കെ ഉള്ള ഒരു ശേഷി, അതായത് നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ആരുടെ അടുത്താ പോകുന്നത്? ഒരു വിദഗ്ധന്റെ അടുത്താ പോകുന്നത്. അങ്ങനെ അത് ചിലപ്പോ നമുക്ക് അങ്ങനെ ഒരു വിദഗ്ധനെ നമുക്ക് അറിഞ്ഞുകൂടായിരിക്കും, പരിചയം ഉണ്ടാവില്ല, അല്ലെങ്കിൽ
ഒരു കൺസൾട്ടന്റ് ആണെങ്കിൽ ഫീസ് കൊടുക്കാനുള്ള പൈസ ഉണ്ടാവില്ല. അതിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ ജീവിതത്തിലെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട് വരുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് വരുന്ന, നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വരുന്ന ഏത് പ്രശ്നങ്ങൾക്കും ഏറ്റവും അതിബുദ്ധിമാനായ ഒരാൾ സഹായിക്കുന്നത് പോലെ AI സഹായിക്കും. അങ്ങനെ സഹായിക്കുന്നതിന് ഒരു ഭാഗമാണ് ഇമെയിൽ. അതായത് AIക്ക് നമ്മൾ എവിടെയെല്ലാം സഹായിക്കാൻ പറ്റുമോ അതുപോലെ അതിന്റെ ഒരു ചെറിയ ഒരു അംശമാണ് ഇമെയിലിലൂടെ AI നമ്മെ സപ്പോർട്ട് ചെയ്യുന്നത്. അത് നിർമ്മിത ബുദ്ധി ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഏത് സാധാരണക്കാരനും കഴിയുന്ന ഒരു കാര്യമാണ്. ഒരു സാധാരണക്കാരന് വേണ്ട ഒരു സാങ്കേതിക വിദ്യയാണ് നിർമ്മിത ബുദ്ധി. അല്ലാതെ ഉയർന്ന ഉന്നതരായ ആൾക്കാർക്കോ അല്ലെങ്കിൽ ഭാഷാ പരിജ്ഞാനം ഉള്ളവർക്കോ അല്ലെങ്കിൽ വിദഗ്ധന്മാർക്കോ ഉള്ള ഒരു ട്യൂബിളല്ല. സാധാരണക്കാരന് അവന്റെ അഭിലാഷങ്ങൾ സാധീകരിക്കാൻ, അവന്റെ സ്വപ്നങ്ങൾ സഫലമാക്കാൻ പറ്റുന്ന വിധത്തില് ഒരു ആത്മ സുഹൃത്ത് പോലെ കൂടെ നിന്ന് നമുക്ക് ശരിയായ കാര്യങ്ങൾ പറഞ്ഞു തരാവുന്ന ഒരു സാധനമാണ് ഈ സാങ്കേതിക വിദ്യ. ഇത് പഠിച്ചിരിക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പവുമാണ്. ഉപയോഗിക്കുക എന്ന് പറയുന്നത് അതിനേക്കാൾ എളുപ്പമാണ്. ഈ ഇമെയിലില് ഞാൻ ഈ പറഞ്ഞിരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് സഹായകരമാവുമെന്ന് കരുതുന്നു. ഇത് അറിയാവുന്ന ആൾക്കാരും ഇതിനകത്തുണ്ടാവും എന്നുള്ള കാര്യം എനിക്കറിയാം. തൽക്കാലം ഈ ക്ലാസ് ഇപ്പോ 9:17 ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. പങ്കേഷ സാർ. ലീല ജോർജ് സാറേ, ഇത് ഇത് കേൾക്കാമോ സാറേ? ഇത് സാധാരണക്കാരെ സഹായിക്കുന്നത് പോലെ ഈ തട്ടിപ്പുകാരെയും ഇത് സഹായിക്കുമോ? അവർക്കും ഇതുവഴി വേറെ വിധത്തിൽ നമ്മളെ തട്ടിപ്പ് നടത്താൻ നോക്കുമോ? ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഇത് മനുഷ്യരവിടെ ഇരുന്നിട്ട് ഒത്തിരി പേര് ഇരുന്നിട്ട് ഹൗ ഡസ് ഇറ്റ് വർക്ക്? എങ്ങനെ? ഞാൻ ലീല ജോർജ് ഞാൻ പറയട്ടെ. നിങ്ങൾക്ക് തട്ടിപ്പുകാർ എല്ലാത്തിനും രണ്ട് വശമുണ്ട്. AIക്ക് അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. തട്ടിപ്പുകാരും AI ഉപയോഗിക്കാം. പക്ഷെ തട്ടിപ്പാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ AI നമ്മളെ സഹായിക്കും. ഒരു കാര്യം തട്ടിപ്പാണോ, അതിനകത്ത് കൃത്രിമമുണ്ടോ എന്ന കാര്യം തിരിച്ചറിയാൻ AI നമ്മളെ സഹായിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത. മറ്റൊന്ന്, നമുക്ക് ഇന്നോളം വന്ന പല സാങ്കേതിക, ഗൂഗിൾ സെർച്ച് വന്നു, ഗൂഗിൾ വന്നു, ഒരുപാട് വിൻഡോസ് വന്നു, ഒരുപാട് AI സാങ്കേതിക വിദ്യകൾ വന്നു. ആ AI സാങ്കേതിക വിദ്യകളിൽ ഒരു ഈ തട്ടിപ്പുകൾ അതുപോലുള്ള കാര്യങ്ങളെ പരമാവധി തടയാൻ പറ്റുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് AI. കാരണം AIയില് മനുഷ്യനെ അവഹേളിക്കുന്ന വിധത്തിൽ ഒന്നും തയ്യാറാക്കാൻ പറ്റില്ല. രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ തയ്യാറാക്കാൻ പറ്റില്ല. നിയമവിരുദ്ധമായ ഒരു കാര്യവും തയ്യാറാക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് AIക്ക് എല്ലാ കാര്യവും പറഞ്ഞു തരാൻ അറിയാം. നിങ്ങൾ ഒരു ബോംബ് ഉണ്ടാക്കുന്ന കാര്യം AIയോട് ചോദിച്ചു കഴിഞ്ഞാൽ AI പറഞ്ഞു തരില്ല. നിങ്ങൾ നിരന്തരം ചോദിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് AI ഈ ചോദിക്കുന്ന ആളുടെ IP അഡ്രസ്സ് പോലീസിന് അയച്ചു കൊടുക്കും. അടുത്ത ദിവസം പോലീസ് അവന്റെ വീട്ടിൽ വന്നിരിക്കും. അപ്പൊ അത്തരത്തിൽ ഉള്ള രാജ്യത്തെ നിയമങ്ങളെ അനുസൃതമായി പ്രവർത്തിക്കുന്ന മനുഷ്യനെ ശരിയായ കാര്യങ്ങളിൽ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന വിധത്തിലാണ് AI ഉള്ളത്. നിയമവിരുദ്ധമായിട്ടോ മനുഷ്യനെ അവഹേളിക്കുന്ന വിധത്തിലോ മതസ്പർശ ഉണ്ടാക്കുന്നതോ മനുഷ്യരുടെ ഇടയിൽ എന്തെങ്കിലും ഭിന്നിപ്പുകൾ ഉണ്ടാക്കുന്നതോ കാര്യങ്ങൾ നമുക്ക് AI ഉപയോഗിച്ച് തയ്യാറാക്കാൻ പറ്റില്ല. ആ രീതിയിലാണ് AIയുടെ പോളിസി എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു സർ. സാർ, ഒരു കാര്യം ചോദിച്ചോട്ടെ. പഠിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് മനസ്സിലാകാത്ത വിഷയങ്ങളിൽ ഗവേഷണം നടത്താൻ പറ്റുമോ ഇതില്? തീർച്ചയായിട്ടും. പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ നമുക്ക് ഒരു ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഫിസിക്സ് പഠിക്കുന്ന ഒരു കുട്ടിക്ക്, 10ാം ക്ലാസ്സിൽ ഫിസിക്സ് പഠിക്കുന്ന കുട്ടിക്ക് ക്വാണ്ടം മെക്കാനിസം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. സാറിനും വിശദീകരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ AIയോട് ചോദിക്കുന്നു, AI വിശദീകരിക്കുന്നു. AI പറയുകയാണ്, AI നിങ്ങൾക്ക് വിശദീകരിച്ചു തരുന്നത് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം. 10ാം ക്ലാസ്സിലെ കുട്ടി ചോദിക്കുന്നു, 5ാം ക്ലാസ്സിലെ കുട്ടിക്ക് മനസ്സിലാവുന്ന വിധത്തിൽ എനിക്ക് പറഞ്ഞു തരാമെന്ന് വെച്ചാൽ 5ാം ക്ലാസ്സിലെ കുട്ടിക്ക് മനസ്സിലാവുന്ന വിധത്തിൽ പറഞ്ഞു തരും, മലയാളത്തിൽ പറഞ്ഞു തരും. ഇനി അതും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞാൽ
ചിത്രങ്ങളുടെ സഹായത്തോടു കൂടി പറഞ്ഞുതരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിത്രങ്ങളുടെ സഹായത്തോട് പറഞ്ഞുതരും. എന്നിട്ടും നമുക്ക് കുറച്ചുകൂടി മനസ്സിലാവുന്നില്ല എങ്കിൽ കഥാരൂപത്തിൽ പറഞ്ഞുതരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ മനസ്സിലാവും. നിങ്ങൾ എന്താണോ ആവശ്യപ്പെടുന്നത് ആ രീതിയിലേക്ക് പറഞ്ഞുതരും. ഉറപ്പായിട്ടും വിദ്യാർത്ഥികൾക്ക് അവരുടെ വിദ്യാഭ്യാസപരമായ ആവശ്യങ്ങളെ നിറവേറ്റാൻ ധാരാളം AI ആപ്ലിക്കേഷൻ ഉണ്ട്. പലതും സൗജന്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളുമാണ്. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു സർ. ബാദുഷ, ഹലോ 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 സാറേ. അതെ, ഞാനാണ് ബാദുഷാണ് ചോദിക്കുന്നത്. പറയൂ. സാറിന്റെ ക്ലാസ്സുകൾ വളരെ എളുപ്പത്തിൽ മനസ്സിലാകുന്ന രീതിയിലും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത്രയും കാര്യങ്ങൾ പഠിപ്പിക്കാൻ കഴിയുമെന്നും ക്ലാസ് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. പക്ഷെ എൻ്റെ ഒരു ആശങ്ക, ഞാൻ ആദ്യമായി ചേരുന്ന ഒരാളാണ്. അപ്പോ സാറ് പറയുന്ന ഓരോ കാര്യങ്ങളും എൻ്റെ മെമ്മറിയിൽ പൂർണ്ണമായും ചിലപ്പോൾ തങ്ങി നിൽക്കില്ല. അപ്പൊ ഇടയ്ക്കൊരു സംസാരം ചോദിച്ചപ്പോൾ ഇതിന്റെ വീഡിയോ ഗ്രൂപ്പിൽ ഇടുമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ ക്ലാസ്സുകളുടെയും വീഡിയോ ഇതിൽ പോസ്റ്റ് ചെയ്യുമോ? കാരണം ഞങ്ങൾക്ക് ഒരിക്കൽ കൂടി സാറിന്റെ ക്ലാസ് കേൾക്കാൻ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു സംവിധാനം തുടർന്നും ഉണ്ടാകുമോ? അതോ? തീർച്ചയായിട്ടും ഞാനതൊന്ന് അതിന്റെ മറുപടി പറയട്ടെ. ക്ലാസ്സുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കിപ്പോ ഒരു ക്ലാസ് കഴിഞ്ഞു. നമ്മൾ ഈ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഈ ക്ലാസ്സിലെ പഠിതാക്കളുടെ ഒരു വിവരങ്ങൾ നമ്മൾ ശേഖരിക്കും. ഒരു ഗൂഗിൾ ഫോമിലൂടെ വിവരങ്ങൾ ശേഖരിക്കും. പലപ്പോഴും നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടതിൽ എല്ലാവരും 45 വയസ്സിന് മേൽ പ്രായമുള്ള ആളാണ്. 45-50 വയസ്സിന് മേൽ പ്രായമുള്ള ആൾക്കാർക്ക് സാറ് പറഞ്ഞ ഈ പ്രശ്നം എല്ലാവർക്കും ഉള്ളതാണ്, ഞാൻ ഉൾപ്പെടെ. അപ്പോ അങ്ങനെയുള്ളവരെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പഠന രീതിയുണ്ട്. അതിന് ആൻഡ്രിഗോഗി പഠന രീതി എന്നാ പറയുന്നത്. കുട്ടികളെ പഠിപ്പിക്കുന്ന പെഡഗോഗി എന്ന് പറയുന്ന ഒരു ശൈലിയാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇത് പഠിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ച പഠന മെത്തേഡ് എന്ന് പറയുന്നത് മുതിർന്ന ആൾക്കാരെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പഠന ശൈലിയിലാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പൊ അത് അങ്ങനെ പഠിപ്പിക്കും. അത് മാത്രമല്ല, നമ്മൾ ഓരോ ക്ലാസ് കഴിയുമ്പോഴും അതിനൊരു നോട്ട് കൂടെ നമ്മൾ കൊടുക്കും. ഡിജിറ്റൽ ഫോമിൽ ഒരു നോട്ടുണ്ട്. അപ്പൊ അത് വെച്ച് നമ്മൾ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ പോലുള്ള മുതിർന്ന ആൾക്കാർക്ക് കേട്ടോണ്ടിരിക്കുമ്പോൾ നമുക്ക് എല്ലാം മനസ്സിലായെന്ന് നമുക്ക് ഫീൽ ചെയ്യും. മനസ്സിലായി, നമുക്ക് ചെയ്ത് കളയാം. പക്ഷെ എന്തെങ്കിലും ചെയ്യാൻ പോകുമ്പോഴാണ് അതിന്റെ ഒരു സീക്വൻസിൽ, അതിന്റെ ക്രമാനുഗതമായ രീതിയിൽ നമുക്ക് ഓർമ്മയിൽ വരണമെന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ പക്ഷെ നമ്മുടെ മനസ്സിനകത്തതൊക്കെ ഇരിക്കുകയും ചെയ്യും. ഒരു ചെറിയൊരു സൂചന കിട്ടിക്കഴിഞ്ഞാൽ ആ ഓർമ്മ നമുക്ക് റീകാൾ ചെയ്യാം. അപ്പൊ അതിന് അനുയോജ്യമായ രീതിയിലുള്ള ഒരു സ്റ്റഡി മെറ്റീരിയൽ കൂടെ നമ്മൾ ഓരോ ക്ലാസ് കഴിയുമ്പോഴും, ആദ്യമാദ്യമുള്ള ക്ലാസ്സുകൾ കുറച്ച് വിശദമായിട്ടുള്ള രീതിയിലുള്ള സ്റ്റഡി മെറ്റീരിയലാണ് നമ്മൾ തരുന്നത്. പിന്നെ നമ്മുടെ ഇതിന്റെ ഈ ക്ലാസ്സുകളുടെ ലൈവും ഇടും. ആ ലൈവും നിങ്ങൾക്ക് കാണാൻ പറ്റും. ലൈവ് റെക്കോർഡഡ് വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഞാൻ ആഗ്രഹിച്ച മറുപടി തന്നെയാണ് സാറിന്റെ കിട്ടിയത്. ഞാൻ 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളാണ്. എന്തായാലും എന്റെ ആഗ്രഹത്തിനനുസരിച്ചുള്ള മറുപടി തന്നതിന് വളരെ വളരെ താങ്ക്സ്. താങ്ക് യു. താങ്ക് യു സർ. 50 വയസ്സെന്ന് പറയുന്നത് വളരെ ചെറുപ്പമാണ്. നിങ്ങൾ വളരെ ചെറുപ്പമാണ്. 50 വയസ്സ് പുതിയ മാനദണ്ഡം അനുസരിച്ച് യൗവനകാലമാണ്. അതെ. ഇനി വിനോദ് വാസു ചോദിച്ചിരിക്കുന്നു. വിനോദ് വാസു ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നു. അറിയാതെ പറ്റിയതാണ്. രഞ്ജിത്ത്. സർ ഇതിന്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പോർഷൻസ് ഉണ്ടാകുമോ? ഞാൻ ചോദിക്കുന്നത്, നമുക്കൊരു ഡേറ്റ ഉണ്ടെങ്കിൽ ആ ഡേറ്റ ഒരു ഗ്രാഫ് ആക്കി കൊടുക്കാനും, ആ ഗ്രാഫില് നമ്മൾ പറയുന്ന ഡേറ്റ ഓട്ടോമാറ്റിക്കലി വരാനും എക്സ്പ്ലെയിൻ ചെയ്യാനും പറ്റുന്ന തരത്തിലുള്ള ക്ലാസ്. എഐയെ സംബന്ധിച്ചിടത്തോളം എഐയുടെ ഒരു നിസ്സാരമായ കാര്യമാണ് ഒരു ഡേറ്റയെ ഗ്രാഫ് ആക്കി മാറ്റുക എന്നുള്ളത്. നിങ്ങളെ കയ്യിലിരിക്കുന്ന ഡാറ്റ ഒന്ന്
പറഞ്ഞാൽ മാത്രം മതി. നിമിഷ നേരം കൊണ്ട് ഏത് പൈഗ്രാഫ് ആണോ സ്പൈറൽ ഗ്രാഫ് ആണോ ഏത് തരത്തിലുള്ള ഗ്രാഫ് ആക്കി തരണമെന്നോ അല്ലെങ്കിൽ അത് ഉണ്ടാക്കി തരും. നിങ്ങൾ പറയുന്ന ഡേറ്റ ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഏതാനും സെക്കൻഡ്, ഇത് മിനിറ്റുകളല്ല സെക്കൻഡുകൾ കൊണ്ടാണ് നിങ്ങൾ പറയുന്ന രീതിയിൽ അത് ചെയ്തു തരുന്നത്. ഓക്കെ, അടുത്ത ഇനി ആരെങ്കിലും ഒരു ഡൗട്ട് കൂടെ. നമ്മളിപ്പോ ഇതിന്റെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് പോലെ എന്തെങ്കിലും ഇപ്പൊ ഓൺലൈൻ മാത്രമല്ല ഓഫ്ലൈൻ ആയിട്ട് എന്തെങ്കിലും ഒരു പ്രാക്ടീസ് ടെസ്റ്റ് എന്തെങ്കിലും അങ്ങനെ ചെയ്യാനുള്ള സംവിധാനം ഉണ്ടോ? നമുക്ക് അതിനകത്തുള്ള സംവിധാനം പങ്കേഷ് സാർ അതിനകത്ത് സൂചിപ്പിച്ചു കഴിഞ്ഞു. നമുക്ക് ഓൺലൈൻ ക്ലാസ് കൊണ്ട് തന്നെ നമുക്കത് ചെയ്യാൻ പറ്റും. അതല്ല ബുദ്ധിമുട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് തിരുവനന്തപുരത്ത് ശാന്തിഗ്രാമിൽ വന്ന് താമസിച്ച് അവിടെ രാംകിരൺ ഉണ്ട്. രാംകിരണിന്റെ സഹായത്തോടെ ഡേ ആൻഡ് നൈറ്റ് നിങ്ങൾക്ക് അവിടെ നിന്ന് നിങ്ങളുടെ സംശയങ്ങളെല്ലാം തീർത്ത് നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി നിങ്ങൾക്ക് പോവാം. ഓക്കെ സാർ, ഒരു കാര്യം കൂടെ. ഇതിന് ഏതെങ്കിലും ഈ ലാംഗ്വേജ് സ്റ്റഡീസ്, ഇപ്പൊ പൈതൺ അങ്ങനെയുള്ള ഏതെങ്കിലും ലാംഗ്വേജസ് നമ്മൾ പഠിക്കാനുള്ള ആവശ്യമുണ്ടോ? അതെന്തെങ്കിലും? അതെ, വളരെ വളരെ ഗംഭീരമായ ഒരു ചോദ്യമാണ് ചോദിച്ചത്. ഇതിനകത്ത് നമുക്ക് പൈത്തൺ അടക്കമുള്ള ലാംഗ്വേജുകൾ C++, പൈത്തൺ തുടങ്ങിയ ഉള്ള ലാംഗ്വേജുകളൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ആ ലാംഗ്വേജുകളില് നൂറുകണക്കിന് മണിക്കൂറുകൾ അല്ലെങ്കിൽ നൂറുകണക്കിന് ആൾക്കാര് കൊണ്ട് വർഷങ്ങൾ കൊണ്ട് ചെയ്യുന്ന ഒരു ജോലി ഏതാനും മണിക്കൂറുകൾ കൊണ്ട് AI ചെയ്തു തരും. അതുകൊണ്ട് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു സെക്ടർ തന്നെ ഇല്ലാതാവും. അവര് പലരും AI സെക്ടറിലേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലാംഗ്വേജസ് പഠിക്കേണ്ട കാര്യമില്ല. പൈത്തണിലെ ഒരു പ്രോഗ്രാം, നിങ്ങൾ പറയുന്ന പ്രോഗ്രാം AI ചെയ്തു തരും ഫ്രീ ആയിട്ട്. എല്ലാ ആപ്ലിക്കേഷനുകളിലും ഇപ്പൊ ChatGPT, ജെമിനിയും ഒക്കെ പൈത്തൺ അടക്കമുള്ള C++ അടക്കമുള്ള ലാംഗ്വേജുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പ്രോഗ്രാമുകൾ ചെയ്യാം. ഇത് അറിയാവുന്ന ആൾക്കാർക്ക്, പ്രോഗ്രാം ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക്. ഓക്കെ സാർ. സാറേ എനിക്കൊരു സംശയം സാറേ, ലീല ജോർജ്, എനിക്കൊരു സംശയം. AI ഒരു ഓൺലൈൻ ട്യൂട്ടറിന് ഒരു ത്രെഡ് ആണോ? അതായത് പിള്ളേർക്ക് അതിനകത്ത് ഇട്ടാൽ എല്ലാം മനസ്സിലാകുന്നുണ്ട്. അപ്പൊ അവരെന്തിന് നമുക്ക് ഓൺലൈനിൽ നമ്മുടെ അടുത്ത് ഐ ആം ആൻ ഓൺലൈൻ ട്യൂട്ടർ, അപ്പൊ ഇനി എന്റെ ആവശ്യമില്ലാതെ പിള്ളേർക്ക് തന്നെ പഠിച്ചെടുക്കാം, അങ്ങനെയാണോ? അങ്ങനെയല്ല, ഒരിക്കലും അങ്ങനെയല്ല. അതായത് മനുഷ്യനെ റീപ്ലേസ് ചെയ്യുന്ന ഒരു സാങ്കേതിക വിദ്യ അല്ല AI. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. AI മനുഷ്യന്റെ പരിമിതികളെ മറികടക്കാൻ, ഇപ്പൊ നമുക്ക് ഒരു വ്യക്തിക്ക് ഒരുപാട് കഴിവുകൾ ഉണ്ടാവാം. പക്ഷെ അവന്റെ ആ കഴിവുകൾ ഉപയോഗിച്ച് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയാത്തത് അനുബന്ധമായ ചില പരിമിതികൾ ഉണ്ടാണ്. ആ പരിമിതികളെ കടക്കാൻ AI സഹായിക്കും. അല്ലാതെ എല്ലാത്തിനും AI-യിലൂടെ ജീവിക്കാമെന്ന് പറയുന്നത് അങ്ങനെ ഒരു സംവിധാനം ഇല്ല. AI എന്ന് പറയുന്നത് നമ്മൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ആവശ്യപ്പെടുന്ന രീതിയിൽ തരുന്ന കാര്യമാണ്, ഒരു സംവിധാനമാണ്. അല്ലാതെ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള എല്ലാ ആക്ടിവിറ്റീസും AI കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ള ഒരു രീതിയിലുള്ള AI-കളല്ല. മനസ്സിലായോ മാഡം? സാറേ, ഞാനൊരു മാത്ത് ഓൺലൈൻ ട്യൂട്ടറാണ്. അമേരിക്കൻ സ്റ്റുഡൻസിനെയാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ അവർക്ക് ഒരു ഹോംവർക്ക് സ്കൂളിൽ ഇടുമ്പോൾ ഹോംവർക്ക് എല്ലാം ഗ്രേഡഡ് ആണ്. ദേ ഹാവ് ടു ഡു ദ ഹോംവർക്ക്. നമ്മുടെ നാട്ടിൽ ഉള്ളതുപോലെ അല്ല. അപ്പൊ ഈ സ്റ്റുഡൻസ് എല്ലാം ബ്രിങ് ദ ഹോംവർക്ക് ടു ദ ട്യൂട്ടർ. നമ്മൾ അത് പറഞ്ഞ് മനസ്സിലാക്കി. ഇപ്പൊ നാളെ AI ചെയ്യുവാങ്ങി ഇതിന്റെ ട്യൂഷൻ ഫീസ് എന്ന് പറഞ്ഞാൽ വളരെ സങ്കടകരമായ കാര്യം ടീച്ചറിനോട് പറയട്ടെ. AI റീപ്ലേസ് ചെയ്യുന്ന ഒരു മേഖല കൂടെയാണ് ട്യൂഷൻ. ടീച്ചർമാരുടെ പ്രസക്തി AI ഇല്ലാതാക്കും എന്ന് പറയുന്നത് ഒരു വസ്തുതയാണ്. അതാ സാറേ ഞാൻ ചോദിച്ചത്. സാറേ, അത് ഇങ്ങനെ വെറുതെ ബാഡിനോട് ചോദിച്ചാൽ മതിയോ? അതോ എന്തെങ്കിലും പ്രത്യേക ആപ്പുകൾ ഉണ്ടാവും അല്ലേ? എന്തെങ്കിലും പ്രത്യേക ആപ്പുകൾ കാണും അല്ലേ ഈ ട്യൂഷൻ ട്യൂട്ടർ? അല്ല, AIക്ക് ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട്. ട്യൂഷനും ഇതെല്ലാം കോമൺ, എല്ലാം ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷൻ ഉണ്ട്. ഇപ്പൊ ChatGPT, ജെമിനി പോലുള്ള എന്തും പരിഹരിക്കാനുള്ള ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോ നമ്മളൊരു ട്യൂഷൻ ടീച്ചറിന്റെ അടുത്ത് പോകുന്ന കുട്ടികളുടെ ഒരു പ്രത്യേകമായ പരിമിതിയെ അവനെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാ. അവന് ക്ലാസ്സിൽ ബാക്ക്വേർഡ് ആണ്, അല്ലെങ്കിൽ പഠനത്തിൽ ബാക്ക്വേർഡ് ആണ്, ചില പ്രശ്നങ്ങൾ സ്കൂളിൽ മനസ്സിലാവുന്നില്ല. അപ്പൊ ആ ഒരു പ്രശ്നത്തിന് പരിഹാരമായിട്ടാണ് നമ്മൾ ഒരു ട്യൂഷൻ വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രശ്നം പരിഹരിക്കാൻ AI സഹായിക്കും. പിന്നെ സ്കൂളിനെ റീപ്ലേസ് ചെയ്യുന്നില്ല AI.
സ്കൂൾ അവിടെയുണ്ട്, ടീച്ചറുണ്ട്, അക്കാഡമിക് സംവിധാനമുണ്ട്. അവിടെ കുട്ടിക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ട്യൂഷൻ സംവിധാനം ഉണ്ട്. ആ നിലവിലുള്ള ട്യൂഷൻ സംവിധാനത്തിന് അതുപോലെ പല മേഖലകൾ, ഇതിപ്പോ അധ്യാപകരെ മാത്രമല്ല, റീപ്ലേസ് ചെയ്തിട്ടുള്ള ഒരു വലിയൊരു തൊഴിൽ മേഖലയാണ് റേഡിയോ. MBBS കഴിഞ്ഞ സ്പെഷ്യലൈസേഷൻ ഉണ്ടോ, റേഡിയോളജിസ്റ്റ്, അതുപോലെ തന്നെ പാത്തോളജിസ്റ്റ്. ഈ രണ്ട് മേഖലയിലും ഇനിയിപ്പോ അത് അങ്ങനെ ഒരു സ്പെഷ്യലൈസേഷൻ തന്നെ ഉണ്ടാവില്ല. റേഡിയോളജിസ്റ്റ് ചെയ്യുന്നതിനേക്കാളും ഗംഭീരമായ ഒരു റിപ്പോർട്ട് AI തയ്യാറാക്കി തരും. അപ്പൊ എല്ലാ സ്കാനിങ് മെഷീനോടൊപ്പം തന്നെ AI പ്ലഗിൻസ് ഉണ്ട്. അപ്പൊ ഡോക്ടറിന്റെ ആവശ്യം വരുന്നില്ല. ഇപ്പൊ റേഡിയോളജിസ്റ്റ് എല്ലാം ഡ്യൂട്ടി ഡോക്ടർമാരായിട്ട് പോവുകയാണ്. അപ്പൊ ഇത് അനന്തമായ സാധ്യത ഒരു വശത്ത് തരുന്നു, ഒരു വശത്ത് ഇതിപ്പോ ഉദാഹരണം ഞാൻ പറയാം. നമുക്ക് നേരത്തെ ബോർഡുകളൊക്കെ വരയ്ക്കാൻ വേണ്ടി ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു. ഫ്ലക്സ് പ്രിന്റിംഗ് വന്നപ്പോ എന്ത് ചെയ്തു? ഫ്ലക്സ് പ്രിന്റിംഗ് വന്നപ്പോ ആ പുതിയ സാങ്കേതിക വിദ്യ സ്വായത്തമാക്കിയ ആർട്ടിസ്റ്റുകൾ അവരുടെ പ്രൊഫഷൻ നിലനിർത്താനും അവർക്ക് കൂടുതൽ മെച്ചപ്പെട്ട വരുമാനം ഉണ്ടാക്കാൻ ഇത് സഹായിച്ചു. ഇതിനെ തിരസ്കരിച്ചവരോ അവര് ഔട്ട്ഡേറ്റ് ആയി പിന്നിൽ പോയി, അവരുടെ തൊഴിൽ നഷ്ടപ്പെട്ടു. അപ്പൊ ഇതൊരു സാധ്യതയാണ്. ആ സാധ്യതയെ നമ്മൾ പ്രയോജനപ്പെടുത്തുക. അല്ലാതെ നമുക്ക് AI എതിർത്ത് തോൽപ്പിക്കാനൊന്നും അതൊരു പോളിസി ലെവൽ. ലോകം മുഴുവൻ ഇത് അക്സെപ്റ്റ് ചെയ്തു. ലോകത്തെ പല ഗവൺമെന്റുകൾ AI മന്ത്രിമാര്, ദുബായാണ് ആദ്യത്തെ ഒരു AI മിനിസ്ട്രി വന്നത്. നമ്മുടെ രാജ്യത്തും ഒക്കെ ആ രീതിയിലൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു മനുഷ്യന് ഒഴിച്ചുകൂടാനാവാത്തൊരു സാധനം ആണ്. അപ്പൊ അത് സ്വായത്തമാക്കുക, അതിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുക എന്നതാണ് അതിന്റെ ഒരു മാർഗം. താങ്ക് യു സർ. താങ്ക് യു. ഓക്കെ. ഇല്ല ചോദ്യമില്ല. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. നമ്മുടെ ലീല ജോർജ് ടീച്ചർ ചോദിച്ചു, ഇനി AI തന്നെ AI ഡിക്റ്റേറ്റർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. നിങ്ങൾ ട്യൂഷൻ കൊടുക്കുന്ന കുട്ടി AI സഹായത്തോടു കൂടി ആൻസർ ചെയ്ത് തരികയാണെങ്കിൽ ആ ആൻസർ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ച് സ്കാൻ ചെയ്ത് AI ഡിക്റ്റേറ്ററിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് AI ചെയ്തതാണോ കുട്ടി ചെയ്തതാണോ എന്ന് തിരിച്ചറിയാൻ പറ്റുന്ന സാധനവും ഉണ്ട് നിലവിൽ. അത് ഫ്രീ ആണ്. AI ഡിക്റ്റേറ്റർ എന്ന് പറയുന്ന ഒരു സാധനം. കേട്ടോ മാഡം? ഉണ്ട് സാറേ. അത് പിള്ളേര് സ്കൂളിൽ അത് വെച്ച് അവർ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് എനിക്കറിയാം. അപ്പൊ സോ ഐ എം വെരി സോറി. ഐ ഡോണ്ട് എൻകറേജ് ദിസ് AI ടു ഡെവലപ്പ്. പാവം പിടിച്ച ഞങ്ങൾ ഒക്കെ പോവില്ലേ സാറേ? ഓക്കെ, എനിവേ ഇറ്റ്സ് ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു സോ മച്ച്. സാറേ, ഈ ChatGPT ആണോ ഗൂഗിൾ ആണോ സെർച്ച് ആയിട്ട് ചെയ്യാൻ നല്ലത്? സെർച്ച് എന്ന് പറയുന്ന ഒരു സാധനം AI-ലില്ല. സെർച്ച് ചെയ്യുക എന്നല്ല, ഇവിടെ ജനറേറ്റ് ചെയ്യുക. ഗൂഗിളിലൊക്കെ നമുക്ക് സെർച്ച് ചെയ്യുക എന്ന് പറയുന്നത് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പേജുകൾ നമ്മളൊരു കാര്യം ചോദിക്കുമ്പോൾ ജനറേറ്റ് ചെയ്ത് തരുന്നു. ആ ലക്ഷക്കണക്കിന് പേജുകളിൽ നിന്ന് ഒരു ജന്മം എടുത്താൽ പോലും നമുക്കെല്ലാം നോക്കിയെടുക്കാൻ പറ്റില്ല. അതേസമയം നിങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യം AI-യോട് ചോദിച്ചാൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന സാധനം നിങ്ങൾ ആവശ്യപ്പെടുന്ന രീതിയിൽ, ആവശ്യപ്പെടുന്ന വിധത്തിൽ, ആവശ്യപ്പെടുന്ന സംവിധാനത്തിൽ അത് ജനറേറ്റ് ചെയ്ത് തരും. ChatGPT AI-ലുള്ളതാണോ? ChatGPT AI ആപ്ലിക്കേഷൻ ആണ്. AI-യുടെ ആദ്യത്തെ ആപ്ലിക്കേഷൻ ആണ് ChatGPT. ChatGPT 3.5 എന്ന് പറയുന്ന വെർഷൻ സൗജന്യമാണ്, എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ChatGPT 4 എന്ന് പറയുന്ന പെയ്ഡ് വെർഷൻ ആണ്. താങ്ക് യു സർ. സാറേ, ഒരു സംശയം. ഈ ChatGPT ഞാൻ ഒരേ ക്വസ്റ്റ്യൻ ഒരു 2-3 മിനിറ്റ്സ് ഗ്യാപ്പിൽ ചോദിച്ചപ്പോൾ ഓരോ പ്രാവശ്യവും ദിസ് ഇസ് ഗിവിംഗ് എ ഡിഫറെന്റ് ആൻസർ. ChatGPT ഞാൻ ഒരു ക്വസ്റ്റ്യൻ ഇട്ടാല് അതിന്റെ ആൻസർ ഒരു 4 മിനിറ്റ്സ് ഇറ്റ്സ് ഗിവിംഗ് ഡിഫറെന്റ് ആൻസർ. സോ ഹൗ വിൽ ഡിറ്റക്ട് എങ്ങനെ ചെയ്യാൻ നോക്കും? ChatGPT നിങ്ങളോ ചോദിച്ചു കഴിഞ്ഞാൽ, ChatGPT ഏത് AI ചോദിച്ചു കഴിഞ്ഞാൽ AI മനുഷ്യ ബുദ്ധിക്ക് തുല്യമായ രീതിയിൽ പറയും. ടീച്ചറിനോട് ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു രീതിയിൽ പറയും, അടുത്ത പ്രാവശ്യം ആ പറയുന്ന ട്യൂണിലായിരിക്കും മാറ്റം. അടിസ്ഥാനപരമായ വസ്തുതയിൽ മാറ്റം വരില്ല. ചിലപ്പോൾ നമ്മൾ കുറച്ച് അത് അവതരിപ്പിക്കുന്നതിലും അതിനകത്ത് ഉപയോഗിക്കുന്ന വാക്കുകളിലും അതിന്റെ ക്രമത്തിലും ഒക്കെ മാറ്റം വരും. ആ മാറ്റം AI-യിലെ എല്ലാത്തിലും ഉണ്ട്. AI തരുന്നത് ഒരു മനുഷ്യൻ തരുന്നതിന് തുല്യമായ രീതിയിലാണ്. അപ്പൊ മനുഷ്യ സഹജമായ രീതിയിൽ വരുന്ന ക്രമം മാറിയും തിരിഞ്ഞുമൊക്കെ വരുന്നതും ഭാഷയിൽ വരുന്ന മാറ്റവും ഒക്കെ സ്വാഭാവികമായിട്ടുണ്ട്. ഇത്തരം AI തന്നെ പറയുന്നത് ഭാഷാ മാതൃകകളാണ്, ലാംഗ്വേജ് മോഡലുകളാണ്. ലാർജ് ലാംഗ്വേജ് മോഡൽ,
പ്രീ ട്രെയിൻഡ് ടെസ്റ്റ്, പ്രീ ട്രെയിൻഡ് മോഡൽ എന്ന് പറയുന്ന 2 മോഡലുകളിലാണ് നമുക്ക് പ്രധാനമായിട്ട് ഈ കാര്യങ്ങൾ വരുന്നത്. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് 9:38 ഒരു സംശയം കൂടി. ചോദിക്കും സാർ. ഇത് സാറിന് കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് എക്സലിൽ ചെയ്ത ഒരു ഡേറ്റയുടെ ഗ്രാഫാണ്, ഒരു ഡേറ്റ അനലൈസ് ചെയ്ത ഗ്രാഫാണ്. നന്നായിട്ട് ടൈം എടുത്ത് ചെയ്ത് ഒരു ചെറിയ എക്സാമ്പിൾ ആണ് ഞാൻ കാണിച്ചത്. ഇതുപോലുള്ള നിറയെ ഗ്രാഫ്സ് എന്റെ കമ്പനിക്ക് ചെയ്യാനുണ്ട്. ഇത് നമ്മളുടെ ജോബിന്റെ ഭാഗമായിട്ട് നമ്മൾ ഓരോ ഡേറ്റയും സബ്മിറ്റ് ചെയ്യുന്നതാണ്. ഇൻവോയ്സ് സബ്മിറ്റ് ചെയ്യുന്ന കൂട്ട് സബ്മിറ്റ് ചെയ്യും. അപ്പൊ ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് AI ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന അഡ്വാൻസ്ഡ് ക്ലാസ്സസ് എങ്ങനെ അറ്റൻഡ് ചെയ്യാൻ പറ്റും സാർ? സാറ് ഇത് ചെയ്യാൻ എയുടെ അഡ്വാൻസ് ക്ലാസ് ഒന്നും വേണ്ട, എയുടെ ഒരു ബേസിക് ക്ലാസ് മതി സാറിന്റെ ഇത് ചെയ്യാൻ. വളരെ സിമ്പിൾ ആണ്, അത്രമാത്രം സിമ്പിൾ ആണ്. അല്ല, അതെങ്ങനെ അറ്റൻഡ് ചെയ്യാൻ പറ്റും? എന്താണ് ഇതിന്റെ? സാർ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ സാറേ യഥാർത്ഥത്തിൽ നമ്മൾ ഈ ഒരു ക്ലാസ് വെച്ചത് തന്നെ നമ്മുടെ ഒരു കോഴ്സിന്റെ ഒരു പ്രൊമോഷൻ എന്നുള്ള നിലയിലാണ്. ഈ നമ്മുടെ ഈ ക്ലാസ് എന്ന് പറയുന്നത് ഏതാണ്ട് 2 മാസം ദൈർഘ്യമുള്ളതാണ്. ആഴ്ചയിൽ 2 ദിവസമാണ് ഈ ക്ലാസ്സുകൾ വരുന്നത്. ഇതിനകത്ത് ധാരാളം ടോപ്പിക്കുകൾ നമ്മൾ ഇതിനകത്ത് കവർ ചെയ്യുന്നുണ്ട്. അതായത് വീഡിയോ AI ഉപയോഗിച്ചുകൊണ്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ, AI ഉപയോഗിച്ചുകൊണ്ട് മ്യൂസിക്കുകൾ ജനറേറ്റ് ചെയ്യാൻ, പാട്ടുകൾ തയ്യാറാക്കാൻ തുടങ്ങിയ ഒരു എന്റർടൈൻമെന്റ് പോലെ തന്നെ AI ഉപയോഗിച്ചുകൊണ്ട് റിസർച്ച് ചെയ്യാൻ, AI ഉപയോഗിച്ചുകൊണ്ട് പുസ്തകങ്ങൾ തയ്യാറാക്കാൻ, AI ഉപയോഗിച്ചുകൊണ്ട് ഒരു പുസ്തകം നമുക്ക് വായിക്കാതെ തന്നെ ആ പുസ്തകത്തിലെ കാര്യങ്ങൾ മനസ്സിലാകാൻ വേണ്ടി AI ഉപയോഗിച്ചുകൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പറുകൾ തയ്യാറാക്കാൻ, അങ്ങനെ ധാരാളം കണ്ടന്റ് നമ്മൾ ആ നോട്ടീസിനകത്ത്, നമ്മുടെ പറയുന്ന ബ്രോഷറിനകത്ത് അത് സ്റ്റെപ്പ് ഓരോന്നായിട്ട് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അങ്ങനെ വിപുലമായ രീതിയിൽ സാധാരണ ഒരു ജോലി ചെയ്യുന്ന ഒരാളുടെ, ഒരു പ്രൊഫഷണൽ ആയാലും സാധാരണക്കാരനായാലും അവന് ആവശ്യമായ രീതിയിൽ മിരുക്കി എടുക്കാൻ പറ്റുന്ന വിധത്തിൽ, ഓരോരുത്തരുടെ ആവശ്യമായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ ഈ ക്ലാസ് വരുന്നത്. ചില ഭാഗങ്ങൾ ചില ആൾക്കാർക്ക് കൂടുതൽ ആവശ്യം വരും, ചില ഭാഗങ്ങൾ മറ്റു ചില ആൾക്കാർക്ക് അതിനകത്ത് കൂടുതൽ. അങ്ങനെ ഒരു കോമൺ രീതിയിൽ ഒരു സമഗ്രമായ ഒരു ശൈലിയാണ് നമ്മൾ ഈ ക്ലാസ്സിനകത്ത് സ്വീകരിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ജോയിൻ ചെയ്യാം സാറേ അതിന്. കാരണം ഇത് ഞാൻ സബ്മിറ്റ് ചെയ്യുന്നത് ഒരു ജാപ്പനീസ് കമ്പനിക്കാണ്, ജപ്പാനിലേക്ക് പോകുന്ന ഒരു ഡേറ്റയാണിത്. അതെ, ഈ പറയുന്നത് ഇപ്പൊ ഒരു കാര്യം, ഭാഷ ഇപ്പൊ എയുടെ ഏറ്റവും വലിയ എന്ന് പറയുന്ന ഭാഷ എന്ന് പറയുന്നത്, ഭാഷ എന്ന് പറയുന്ന ഒരു അതിർവരമ്പേ അല്ല. ലോകത്തിലെ 130ഓളം വരുന്ന ഭാഷ ഇന്ന് AIക്ക് വശമാണ്. നിങ്ങൾ ഒരു ജപ്പാൻകാരൻ വരുന്നതാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച്, നിങ്ങളുടെ ഒരു ഇയർ ഫോൺ ഉപയോഗിച്ച്, ഗൂഗിൾ കോൺവെർസേഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ മലയാളത്തിൽ പറയുന്ന ജപ്പാൻകാരന് ജപ്പാൻ ഭാഷയിൽ കേൾക്കും. ജപ്പാൻകാരൻ പറയുന്നത് സെയിം ടൈം തന്നെ നിങ്ങൾക്ക് മലയാളത്തിലോ ഇംഗ്ലീഷിലോ കേൾക്കാം. അങ്ങനെ ഭാഷ എന്ന് പറയുന്ന ഒരു പ്രശ്നമല്ല. ഏത് ഡോക്യുമെന്റും AIയുടെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് വായിക്കാം. നമുക്കൊരു ഏത് ഡോക്യുമെന്റ്, ലോകത്തിലുള്ള 130 ഭാഷയിലുള്ള സാധനങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മാതൃഭാഷയിൽ വായിക്കാം. ഇത് AI പഠിക്കാൻ ആവശ്യം വേണ്ട ഏക സാധനം എന്ന് പറയുന്നത് ഭാഷ എന്ന് പറയുന്നത് നിങ്ങളുടെ മാതൃഭാഷ എഴുതാൻ പോലും അറിയേണ്ട, മാതൃഭാഷയിൽ സംസാരിക്കാൻ മാത്രം അറിഞ്ഞാൽ മതി. നിങ്ങൾക്ക് എന്ത് പ്രശ്നവും AI പരിഹരിച്ചു തരും. നമുക്കത് എങ്ങനെ ജോയിൻ ചെയ്യാം സാറേ? ക്ലാസ് എപ്പോ തുടങ്ങും? സാറുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അതിൽ ഒരു കാര്യം കൂടെ ഒന്ന് ആഡ് ചെയ്യാനുണ്ട്. ഇപ്പോ സാറ് ഈ AI കോഴ്സ് പറയുന്നത് പൊതുവെ ജനറൽ ആയിട്ട് എല്ലാവർക്കും ഇപ്പൊ എന്റർടൈൻമെന്റ് ആവണമെങ്കിൽ അങ്ങനെ ട്രാൻസ്ലേറ്റർ സാർ ഇപ്പോൾ AI കോഴ്സ് ഇപ്പോൾ സാർ ഉദ്ദേശിക്കുന്നത് ഇനി വരാൻ പോകുന്ന കോഴ്സ് 2 മാസത്തേത് എല്ലാ മേഖലകളിലും, അതായത് എന്റർടൈൻമെന്റ് ആണെങ്കിൽ അങ്ങനെ, വീഡിയോയുടെ ഭാഗമാണെങ്കിൽ അങ്ങനെ പല വിങ്ങുകളിലായിട്ട് ജനറലൈസ് ചെയ്ത ഒരു കോഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. എനിക്കുള്ള സജഷൻ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ആൾക്കാരെ ഉദ്ദേശിച്ച്, അതായത് ഇപ്പോൾ എന്റർപ്രൈനേഴ്സിനെ ഉദ്ദേശിച്ച്, അവർക്ക് ബിസിനസ്സുമായിട്ട് ആവശ്യമുള്ള കുറെ കണക്റ്റഡ് ആപ്ലിക്കേഷൻസ് യൂസേഴ്സും ഉണ്ട്. അവർക്ക് ജനറലായിട്ടുള്ള മറ്റു ചില കാര്യങ്ങൾ ആവശ്യമില്ല. അതാണ് ഇപ്പോൾ രഞ്ജിത്ത് അദ്ദേഹം പറഞ്ഞ അതുപോലെ, പുള്ളി ഒരു ബിസിനസ്മാൻ ആണ്, ഞാനൊരു എന്റർപ്രൈനർ ആണ്. അപ്പോൾ എനിക്ക് അത് സ്പെസിഫൈഡ് ആയിട്ടുള്ള കുറെ സ്പെഷ്യലൈസ്ഡ് ആപ്സ് ഉണ്ട്, അതിൽ ഈ ജിമെയിലൊക്കെ വരും. അപ്പൊ അതേപോലെയുള്ള ഒരു പർട്ടിക്കുലർ അതിനെ ആ ഒരു സെഗ്മെന്റിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു കോഴ്സ് ഉണ്ടായാൽ വളരെ നന്നായിരുന്നു, എന്റെ ഒരു ഒപ്പീനിയൻ.
നമ്മൾ അങ്ങനെ നമുക്കൊരു കോഴ്സ് വെക്കാം. അങ്ങനെ ഒരു കോഴ്സ് വെക്കുന്നതിനൊന്നും ഒരു തടസ്സമില്ല. പക്ഷെ അതിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. കാരണം AI എങ്ങനെയാണ് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ പറ്റുന്ന ഒരു രീതി നിങ്ങൾക്ക് ആ ഒരു രീതി ശാസ്ത്രം നിങ്ങൾ ഈ 3-4 ക്ലാസ് എനിക്ക് തോന്നുന്ന ഒരു 10 ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ നിങ്ങൾക്ക് ക്ലാസ്സിൽ തന്നെ വരണമെന്നില്ല. നിങ്ങൾ സ്വമേധയാ AI പഠിക്കും. എന്തും നമുക്ക് പഠിക്കാം. അപ്പൊ അതിന്റെ ഒരു ബേസിക് ടെക്നിക്ക് ഒരു ആദ്യത്തെ ഒരു 8-10 ക്ലാസ് കൊണ്ട് പഠിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോ നിങ്ങൾ ക്ലാസ്സിൽ വരാനുള്ള സാധ്യത പോലും ഇല്ല. കാരണം അല്പം നിങ്ങൾക്ക് ചിന്ത ഉപയോഗിക്കാമെങ്കിൽ അത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏതറ്റം വരെയും പോവാം. അപ്പൊ ഒരു ജനറൽ ക്ലാസിന്റെ ആവശ്യകതയാണുള്ളത്. സ്പെഷ്യലൈസ് ചെയ്ത് നമുക്ക് എഐയെ കുറിച്ച് ഒരു ധാരണയും ഇല്ലാത്ത ആൾക്കാർക്ക് വേണ്ടി നമുക്ക് സ്പെഷ്യലിസ്റ്റ് ക്ലാസ് വയ്ക്കാം. അതൊരു മാർക്കറ്റിംഗ് ആണ്. നമുക്ക് AI ടീച്ചർമാർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്, ഡോക്ടർമാർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്, അഡ്വക്കേറ്റുമാർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ് ഒക്കെ വെക്കാം. അതിന്റെ ഒന്നും ആവശ്യമില്ല. എഐയെ കുറിച്ചുള്ള ഒരു ബേസിക് അവയർനെസ് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഏതറ്റം വരെയും പോവാം. ഞാൻ AI പഠിച്ചത് ഒരു സ്ഥലത്ത് നിന്നുമല്ല. ഞാൻ AI പഠിച്ചത് AI വരുന്നു എന്ന് അറിഞ്ഞു. AI ChatGPT വരുന്നതിന് മുമ്പ് തന്നെ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിച്ചു. പുതിയ AI വരുമ്പോൾ അത് കൂടുതൽ സമയം എടുത്ത് അത് നോക്കി അങ്ങനെ കണ്ട് പഠിച്ചതാണ്. അപ്പൊ ഞാൻ എങ്ങനെയാണോ പഠിച്ച് മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യുന്നത് അതേ ഒരു ശൈലിയിലേക്ക് നിങ്ങൾ എത്തും. അപ്പൊ അതായത് ചിലപ്പോ എന്നെക്കാളും വളരെ മെച്ചപ്പെട്ട രീതിയിൽ AI ഒരു അടിസ്ഥാന കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് പഠിപ്പിക്കാനോ അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യാനോ ഒക്കെ കഴിയും. ഓക്കെ സാർ. ശരി സാർ. താങ്ക് യു സാർ. ഓക്കെ. സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണിത്. സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. സാറ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ബേസിക് ആയിട്ട് സജി സാറിന്റെ ക്ലാസ് തുടങ്ങുന്നത് ഇപ്പോൾ വാട്സപ്പിൽ എഴുതി വരുന്നത് നമ്മുടെ യൂണിക്കോഡ് ഫോണ്ടാണ്. ആ യൂണിക്കോഡ് ഫോണ്ടിൽ നിന്ന് അതിൻ്റെ ഗ്രാഫിക് ഫോണ്ടിലേക്ക് മാറ്റിയാലേ നമുക്കൊരു പോസ്റ്റർ ഡിസൈൻ ചെയ്യുമ്പോഴേക്കും നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫോണ്ട് വരാൻ പറ്റുള്ളൂ. അപ്പോൾ അത് പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ മലയാളത്തിൽ എഴുതുന്ന ഒരു മാറ്റർ ഇംഗ്ലീഷിലേക്ക് ആക്കുന്നു, ഇംഗ്ലീഷിലുള്ള മാറ്റർ മലയാളത്തിലേക്ക് ആക്കുന്നു. അല്ലെങ്കിൽ നമ്മളൊരു വീഡിയോ കാണുന്നു, ജാപ്പനീസ് ഭാഷയിലുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ കാണുന്നത്. നമ്മുടെ പിന്നെ ഇംഗ്ലീഷിലേക്കോ അവിടെ നിന്ന് പിന്നെ നമുക്ക് മലയാളത്തിലേക്കോ ഇപ്പൊ ഇംഗ്ലീഷിൽ കിട്ടാൻ വേണ്ടി ബുദ്ധിമുട്ടുണ്ടാവത്തില്ല. ഇംഗ്ലീഷിൽ കിട്ടുന്ന ഒരു സാധനത്തിന് നമ്മുടെ മലയാള ഭാഷ കാണിക്കുന്നത് പോലെ തന്നെ നമ്മുടെ മലയാളത്തിലേക്ക് നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി കഴിയും. അതിന്റെ സ്ക്രിപ്റ്റും പിന്നെ ഒരു വെബ്സൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെയും വെബ്സൈറ്റിന്റെ മൊത്തം കാര്യങ്ങൾ നമ്മുടെ ഭാഷയിലേക്ക് എടുത്തു തരാൻ കഴിയും, വീഡിയോ എടുത്തു തരാൻ വേണ്ടി കഴിയും. ഇങ്ങനെയൊക്കെയുള്ള ഇപ്പോൾ സാറ് ഒരു എന്റർപ്രണർ ആണെന്ന് പറയുന്നു. സാറിന് ഒരു പക്ഷേ ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഒരു ആർട്ടിസ്റ്റിന്റെ സഹായം തേടുന്നുണ്ടാവും. അപ്പോൾ താങ്കൾക്ക് തന്നെ അതൊരു പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പിന്നെ നമുക്ക് സ്വയം നമുക്കൊരു പോസ്റ്റ് ചെയ്യാൻ വേണ്ടി കഴിയും. നിസ്സാരമായിട്ട് നമ്മുടെ മൊബൈലിലുള്ള സംവിധാനം വെച്ച് തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയും. അപ്പോൾ ഇങ്ങനെ ഒരു കഴിവില്ലാത്ത സജി സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മലയാള ഭാഷ പറയാൻ അറിയാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ, എഴുതാൻ അറിയാത്ത ഒരാളാണെങ്കിൽ പോലും അത് നമുക്ക് ചെയ്യാൻ കഴിയും. ആ തരത്തിലേക്ക് നമ്മുടെ ഏതൊരു സാധാരണക്കാരനെയും നേരത്തെ സൂചിപ്പിച്ച പോലെ 64 വയസ്സായ ഒരു ചേച്ചി കഴിഞ്ഞ കോഴ്സിൽ വന്നപ്പോൾ എന്നോട് ചോദിച്ചൊരു 74 വയസ്സുള്ള ഒരു സാറ് ചോദിച്ചൊരു ചോദ്യമാണ്, എനിക്ക് 70 വയസ്സായി, എനിക്ക് പഠിക്കാനൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഇങ്ങനെയാണ്, സാറേ 7ന്റെ 0 അങ്ങ് കളയുക, ഒരു 7 വയസ്സുകാരനായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായും നിങ്ങൾക്ക് പഠിക്കാവുന്നുള്ളതേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ കോഴ്സിൻ്റെ കാര്യം കൂടി ഒന്ന് പറയാം. ഇത് ഇപ്പോൾ ആക്ച്വലി ഇന്ന് എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ളൊരു പരിപാടിയാണ്. ഇന്നത്തെ 1ാമത്തെ ക്ലാസ് ഇതാണ്, ജനറൽ ക്ലാസ് ആണ്. ഈ വ്യാഴാഴ്ച ആണ് സെക്കൻഡ് ക്ലാസ് തുടങ്ങുന്നത്. ഇന്ന് ഈ കോഴ്സിൽ ഇപ്പോൾ ആ കോഴ്സ് 35,000 രൂപ. സാറേ ഒരു തിരുത്ത്, ഈ ക്ലാസ് നമ്മുടെ കോഴ്സിന്റെ ഭാഗമല്ല, ഫസ്റ്റ് ക്ലാസ് ഇതല്ല. അതെ പറയാൻ പോകും.
പിന്നെ ഇതൊരു സാറ് സൂചിപ്പിച്ച പോലെ ഏത് ക്ലാസ് തുടങ്ങുന്ന സമയത്തും ഒരു ജനറൽ അവയർനെസ് ഒരു പബ്ലിക്കിന് കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. അങ്ങനെ വെച്ച ഒരു സംഗതിയാണ്. കഴിഞ്ഞ വർഷം നമ്മൾ വേറൊരു സബ്ജക്റ്റായിരുന്നു ചെയ്യുന്നത്. അപ്പോൾ അടുത്ത മീൻസ് വ്യാഴാഴ്ച മുതൽ ഈ ക്ലാസ് തുടങ്ങുകയാണ്. ഇന്ന് ഇതിൽ പങ്കെടുത്ത ആളുകളുടെ അറ്റൻഡ് ഷീറ്റ് ഞങ്ങളുടെ കൈവശമുണ്ട്. 5000 രൂപയാണ് ഈ കോഴ്സിന് ഇപ്പോൾ നമ്മൾ ചാർജ് ചെയ്യുന്നത്. ഇന്ന് ഈ കോഴ്സിൽ പങ്കെടുത്ത ആളുകൾക്ക് ഒരു സ്പെഷ്യൽ ഓഫർ 3000 രൂപ അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 25 ആളുകൾക്ക് പിന്നെ നമ്മളൊരു റിസർവേഷൻ വെച്ചിട്ടുണ്ട്. 3000 രൂപ അടച്ച് നിങ്ങൾക്ക് ചേരാൻ കഴിയുന്നതാണ്. ഇനി പൈസ അടയ്ക്കാൻ ബുദ്ധിമുട്ടുള്ള ആളാണെങ്കിൽ പോലും നമ്മൾ പിന്നെ ഇതിനോടൊപ്പം തന്നെ നമ്മൾ ഫ്രീ ആയിട്ടും ചില ആളുകൾക്ക് അഡ്മിഷൻ കൊടുത്തിട്ടുണ്ട്. അഡ്മിഷൻ എപ്പോഴും, കാരണം ശാന്തിഗ്രാമം എന്ന് പറയുന്ന ഒരു സന്നദ്ധ സംഘടനയാണ്, പണം ഉണ്ടാക്കുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. ഒരു സാധാരണക്കാരനായ ഒരാൾക്ക് പൈസ ഇല്ല എങ്കിൽ പോലും അയാൾക്ക് പഠിക്കാനുള്ളൊരു അവസരം നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് വേറൊരു രീതിയിലാണ്. പിന്നെ അതുപോലെ തന്നെ ഈ മിനിമം 3000 രൂപ ഇല്ലാതെ നമുക്ക് ഈ കോഴ്സ് നടത്താൻ കഴിയില്ല എന്ന് പറയുന്നൊരു വ്യവസ്ഥയുണ്ട്. ഇതിനകത്ത് 5000 രൂപ തന്നവരും 3000 രൂപ തന്നവരും പൈസ തരാത്തവരും ഉൾപ്പെടെയുള്ളവർ ഈ കോഴ്സിനകത്തുണ്ട്. അപ്പോൾ ഇതെല്ലാം ഉണ്ട്. പക്ഷേ ഇന്ന് ഈ കോഴ്സിൽ പങ്കെടുക്കുന്ന ആൾക്ക് ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഈ വാട്സപ്പ് നമ്പറിലോ അല്ലെങ്കിൽ നിങ്ങൾ പങ്കെടുത്ത വാട്സപ്പ് ഗ്രൂപ്പിലോ നിങ്ങളുടെ പേര്, ഫുൾ അഡ്രസ്സ് വിത്ത് പിൻകോഡ്, ജില്ല, പിന്നെ നിങ്ങളുടെ വാട്സപ്പ് നമ്പർ, ഇമെയിൽ ID, ഇത്രയും കാര്യങ്ങൾ ഈ ഗ്രൂപ്പിൽ എഴുതിയിടുക. AIT2 എന്നൊരു കോഡും കൊടുത്തിരുന്നാൽ മതി. AIT2 ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ട്രെയിനിങ് സെക്കൻഡ് ബാച്ച് എന്നുള്ളതിൻ്റെ ഷോർട്ടാണ് AIT2 എന്നുള്ളത്. AIT2 എന്നൊരു കോഡും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഈ കോഴ്സിൽ പഠിക്കുന്നവരാണെന്ന്, ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുക്കുന്നവരാണെന്ന് മനസ്സിലാകും. പേര്, അഡ്രസ്സ്, വാട്സപ്പ് നമ്പർ, മൊബൈൽ നമ്പർ, ഇമെയിൽ നമ്പർ, ഇത്രയും കാര്യങ്ങൾ ഗ്രൂപ്പിൽ ഇട്ട് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഈ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുമ്പോൾ നിങ്ങൾക്കൊരു ടോക്കൺ നമ്പർ തരും. ആ ടോക്കൺ നമ്പർ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന എമൗണ്ട് നിങ്ങൾക്ക് അയക്കാം. ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നേരിട്ട് തരും. ഗ്രൂപ്പിലേക്ക് അവർക്ക് വേണ്ടി ഒരു പ്രത്യേക ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിലേക്ക് നിങ്ങളെ അഡ്മിറ്റ് ആകുകയും ചെയ്യും. ഇതാണ് ഇതിൻ്റെ രീതി. പിന്നെ പൊതു ക്ലാസ്സുകൾ വരുന്ന സമയത്ത് സൗജന്യമായിട്ട് നമ്മൾ പല പരിപാടികളും ഇതിനിടയിൽ വെക്കും. ആ പരിപാടികളൊക്കെ ഈ ജനറൽ ഗ്രൂപ്പിൽ നമ്മൾ അനൗൺസ് ചെയ്യുകയും ചെയ്യും. ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാവുന്നതാണ്. പിന്നെ മറ്റ് ഓൺലൈൻ കോഴ്സുകളിൽ നിന്ന് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓഫ്ലൈനിലും ഇത് വന്ന് പ്രാക്ടീസ് ചെയ്യുവാനുള്ള സംഭവമുണ്ട്. ഏതെങ്കിലും സ്പെഷ്യലൈസേഷൻ എടുക്കുകയും നിങ്ങൾ ഏതെങ്കിലും സംഘടനകളിലോ പ്രസ്ഥാനങ്ങളിലോ നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ തന്നെ ഒരു പരിപാടി വെച്ച് കഴിഞ്ഞാൽ റിസോഴ്സ് പേഴ്സൺ അല്ലെങ്കിൽ ഫാക്കൽറ്റി ടീമിൻ്റെ സേവനം നിങ്ങൾക്ക് തരുന്നതാണ്. അങ്ങനെയുള്ള ഒരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് നമ്മൾ നടത്തുന്നത് എന്നുള്ള കാര്യം എല്ലാവരെയും അറിയിക്കുന്നു. എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടാവും. സതീഷ് സാറിനും 10 മണി 9:45 കഴിഞ്ഞു. സാർ, ഒരു ചോദ്യം ചോദിച്ചതേ. ഞാനൊരു ടീച്ചറാണ്. അപ്പൊ നമുക്ക് കുട്ടികൾക്ക് പറ്റുന്ന രീതിയിലുള്ള വീഡിയോ തയ്യാറാക്കാനും ഒക്കെ ഈ ക്ലാസ്സിൽ പറ്റുമോ? ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല. അതില് നിങ്ങൾക്ക് വീഡിയോ, PDF, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്രോജക്റ്റുകൾ ഇതെല്ലാം തയ്യാറാക്കാൻ പറ്റും. ഓക്കെ സാർ, അപ്പോ നമുക്ക് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഇത് നിങ്ങള്, കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഞങ്ങള് 6000-ഉം 10000-ഉം പിന്നെ രൂപയൊക്കെ കൊടുത്ത് പല കോഴ്സിനും പഠിച്ചതിൻ്റെ ലിമിറ്റേഷൻസ് ഞങ്ങൾക്കറിയാം. ഇത് നിങ്ങൾ പിന്നെ വേറൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഒരു ഫീസ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രദേശത്ത് 2-3 ആളുകൾ ഉണ്ടെങ്കിൽ പോലും ഒരു ഓൺലൈൻ കോഴ്സ് എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് ആ ആളുകളെ മുഴുവൻ നിങ്ങൾക്ക് വളച്ചുകൂട്ടിയിരുത്തി ഈ കാര്യങ്ങൾ പഠിക്കാനും അറിയാനും കഴിയുന്ന ഒരു സംവിധാനവും കൂടിയാണ് ഈ ഓൺലൈൻ. ഇതൊരു രഹസ്യം പറയുകയാണ്. പിന്നെ ഞങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ചില കോഴ്സുകൾക്ക് ഞങ്ങൾ 10000 രൂപയും 15000 രൂപയും കൊടുക്കുമ്പോൾ ഒരാൾക്ക് കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ ഞങ്ങൾ ഒരു 10 പേര് ഒരുമിച്ചിരുന്നിട്ട് ഈ 1000 രൂപയും കൊടുത്തു കഴിഞ്ഞാൽ 10000 രൂപയുടെ കോഴ്സ് നമ്മൾ പഠിക്കുന്നതായി. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യം പറയുന്നു. ഇത് ഫുള്ളി പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആണ്. പിന്നെ ഒരു വർഷത്തേക്കെങ്കിലും നിങ്ങൾക്ക് സപ്പോർട്ട്, ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ ഗ്രൂപ്പിനെ തന്നെ അവരൊക്കെ പല രീതിയിലും ചെയ്യുന്നുണ്ട്. അവർക്ക് സ്പെഷ്യൽ ക്ലാസ്സുകൾ നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഗ്രാഫിക് ഡിസൈനെ സംബന്ധിച്ചും ടാലിയെ സംബന്ധിച്ചുമൊക്കെ ആ ഗ്രൂപ്പിൻ്റെ ആവശ്യങ്ങളായിട്ട് വന്നു. ഇപ്പോൾ തന്നെ ഇതിൻ്റെ തൊട്ട് പിന്നാലെ പ്രൊഫഷണൽ ഗ്രാഫിക് ഡിസൈനിങ് മീൻസ് അതിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട് പ്രൈമറിലി. അത്തരം കാര്യങ്ങളിലും ഒക്കെ ആവശ്യമനുസരിച്ച് പങ്കാളികളുടെ ആവശ്യമനുസരിച്ചുള്ള കോഴ്സുകൾ ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ഒരു പ്രോഗ്രാമാണ്. പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആണ്. എന്ത് സഹായവും നിങ്ങൾക്കും തിരിച്ച് നമ്മൾക്കും
ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഈ കോഴ്സ് മൊത്തത്തിൽ ചെയ്തിരുന്നത്. എല്ലാവരെയും അറിയിക്കുന്നു. വളരെയധികം വൈകി. നിങ്ങൾക്ക് തുടർന്ന് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കാം. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ആർക്കെങ്കിലും ഒന്ന് കൺക്ലൂഡ് ചെയ്തുകൊണ്ട് നന്ദി എന്തെങ്കിലും ആർക്കെങ്കിലും സ്വമേധയാ പറയാൻ കഴിയുന്നതാണ് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ചോദ്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഗ്രൂപ്പിൽ ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. താങ്ക് യു. സാർ പറഞ്ഞ വളരെ കൃത്യമായ സമയത്ത് ക്ലാസ് ആരംഭിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും സമയം വിനിയോഗിക്കുകയും ചെയ്ത സജു സാറിനും അതുപോലെ തന്നെ പങ്കജാക്ഷൻ സാറിനും ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ പേരിലുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. എന്തായാലും വളരെ ഫലപ്രദമായ ക്ലാസ്സുകളായിരുന്നു. തുടർന്നും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി സാർ, വളരെ നന്ദി. നല്ല പ്രസന്റേഷൻ ആയിരുന്നു. താങ്ക് യു സാർ. ഞാൻ ഈ ഗ്രൂപ്പിൽ ഇല്ല സാറേ. എന്നെ 9447775887. അല്ല, 944777. ഓക്കെ. ഓക്കെ സാർ.